എക്സൽ മീഡിയ ഫേസ് ടു ഫേസ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ പ്രോഗ്രാമിൽ നമ്മളോടൊപ്പമുള്ളത് പൂനെ ചർച്ച് ഓഫ് ഗോഡ്, പാഷാൻ ചർച്ച് ഓഫ് ഗോഡ് സഭയിലെ ശുശ്രൂഷകൻ ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസ്മോൻ അവർകൾ, അദ്ദേഹത്തിൻ്റെ മകൻ ജെയ്സണുമാണ്. രണ്ടുപേരെയും ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് 2023 മെയ് മാസം 12-ാം തീയതി മരണകരമായ ഒരു വലിയ റോഡ് ആക്സിഡൻറ്റിൽപ്പെട്ട ജെയ്സൺ ബ്രദറിനെ അറിയാത്തവരായി ക്രൈസ്തവ കൈരളിയിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. ലോകമെമ്പാടുമുള്ള മലയാളികൾ അറിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത വിഷയമാണ് പ്രിയ ജെയ്സൻ്റെ ആക്സിഡൻറ്റും അതുമായി ബന്ധപ്പെട്ട ചികിത്സകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇന്ന് തൻ്റെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയാണ്. പ്രിയ ജെയ്സനെ പ്രത്യേകമായിട്ട് അതിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. എന്താണ് 2023 മെയ് മാസം 12-ാം തീയതി സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ വാക്കിൽ നമുക്ക് ശ്രമിക്കാം. പ്രൈസ് ദി ലോർഡ്. മെയ് 12-ാം തീയതി നടന്നത് എന്ന് വെച്ചാൽ വലിയൊരു അപകടമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അതിന് കാരണമെന്ന് വെച്ചാൽ മെയ് 11-ാം തീയതി ഞാനൊരു കല്യാണത്തിന് വേണ്ടി പോയതായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പൂനെയിൽ നിന്നൊരു 2.5 മണിക്കൂർ ദൂര സ്ഥലത്തിലാണ് ഇത് കല്യാണം നടക്കുന്നത്. അവിടുന്ന് തിരിച്ച് ഞാൻ രാത്രി വരുന്നത് ഒരു 2:30-3 മണിയായി. അന്നേരം എൻ്റെ കൂട്ടുകാരൻ അതിൻ്റെ ഒരു ദിവസം മുമ്പേ വിളിച്ച് പറഞ്ഞായിരുന്നു നമുക്കൊരു ക്ലയൻറ്റിനെ കാണാൻ പോകണം. കാരണം ആ സമയത്തൊക്കെ ഞാൻ വീഡിയോ ഷൂട്ടിങ്ങും ഫോട്ടോഗ്രാഫി, മീഡിയ ഇതിനൊക്കെ ആയിരുന്നു ഞാൻ കൂടുതലും വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു ക്ലയൻറ്റിനെ കണ്ടിട്ട് പുള്ളിക്ക് കൊട്ടേഷൻ കൊടുക്കാൻ പോകണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതിനുവേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്ത് എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു 12-ാം തീയതി രാവിലെ നമുക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ലേറ്റ് നൈറ്റാണ് എത്തുന്നത്, 12-ാം തീയതി രാവിലെ നീ വാ, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അവൻ രാവിലെ എൻ്റെ പാർക്കിങ്ങിൽ വന്നു, എന്നെ വന്നിട്ട് വിളിച്ചു. ഞാൻ താഴോട്ട് വന്നു. താഴെ വന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വണ്ടി എടുക്കുക, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. വണ്ടി എടുത്തിട്ട് ഞാൻ പാർക്കിങ്ങിൽ നിന്ന് വെളിയിറക്കിയപ്പം അവൻ എൻ്റെ കണ്ണിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു നിൻ്റെ കണ്ണിൽ നല്ല ഉറക്കക്ഷീണം കാണുന്നുണ്ട്, നീ രാത്രി ലേറ്റായിട്ടാണോ വന്നേ? അപ്പോൾ ഞാൻ പറഞ്ഞു 3 മണിയായി, 2:30-3 മണിയായി കിടന്നപ്പം, അതുകൊണ്ട് നല്ല ഉറക്കക്ഷീണമുണ്ട്, എന്തായാലും ഞാൻ ഓടിക്കാം എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു വേണ്ട നീ ഓടിക്കണ്ട, നീ റിസ്ക് എടുക്കണ്ട, നിൻ്റെ ഹെൽത്ത് കുഴപ്പമായി വരും, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഓടിച്ചോളാം എന്ന് പറഞ്ഞു. സാധാരണ ഞാൻ അങ്ങനെ ആർക്കും എൻ്റെ ജീവിതത്തിൽ വണ്ടി കൊടുക്കാറില്ല, ഓടിക്കാൻ കൊടുക്കാറില്ല. എൻ്റെ വണ്ടിയാണെങ്കിലും ആരുടെ വണ്ടിയായാലും വേറെ ആളുടെ വണ്ടിയായാലും ഞാൻ അവനോട് പറയും നീ പുറകിലിരിക്കുക, ഞാൻ ഓടിക്കാമെന്നാണ് പറയുന്നത്. അത് കാറായാലും 2 വീലർ ആയാലും. പക്ഷെ അന്ന് എന്തോ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ അവനോട് പറഞ്ഞു ഓക്കെ, എന്തായാലും ഒരു കോൺഫിഡൻസോടെ ഞാൻ അവനോട് പറഞ്ഞു നീ ഓടിച്ചോ. അങ്ങനെ ഞങ്ങൾ ഓടിച്ച് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ താമസിക്കുന്നത് ദേവ് റോഡിലാണ്. അവിടുന്ന് ഒരു 30 കിലോമീറ്റർ ദൂരെ വന്നു കഴിഞ്ഞിട്ടാണ് എൻ്റെ കയ്യിലും ഫോണുണ്ട്, ലൊക്കേഷൻ ഞങ്ങൾ നോക്കി പോവുക. കാരണം ഞാനാണ് പുറകിലിരിക്കുന്നത്. അന്നേരം ഞാൻ ലൊക്കേഷൻ നോക്കുവാണ്. മറ്റേ കൈ പുറകിലത്തെ ഈ ലെഫ്റ്റ് സൈഡിലെ കൈ ഞാൻ പുറകിൽ പിടിച്ചു വെച്ചേക്കുക, കാരണം വണ്ടി ഓടിക്കുമല്ലോ, അതുകൊണ്ട് പിടിച്ചു വെക്കുക. കൂട്ടുകാരൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളൊരു സിഗ്നൽ ക്രോസ് ചെയ്തിട്ട് കുറച്ച് മുമ്പിലോട്ട് പോവുകയും റൈറ്റ് സൈഡിൽ നിന്ന് 2 യുവാക്കൾ അവർ ബൈക്കിൽ കൺട്രോൾ ഇല്ലാതെ, ഒത്തിരി സ്പീഡിലായിരുന്നു അവർ, കൺട്രോൾ ഇല്ലാതെ ഡയറക്റ്റ് വന്ന് ഞങ്ങളുടെ വണ്ടിയുടെ എഞ്ചിനിൽ വന്ന് ഇടിക്കുകയായിരുന്നു. എഞ്ചിനിലിടിക്കുകയും അത് കഴിഞ്ഞിട്ട് വീഴ്ച സംഭവിച്ചു. കൂട്ടുകാരനാണെങ്കിൽ റൈറ്റ് സൈഡിലോട്ടാണ് വീണത്. എനിക്ക് അത്രയും ഒന്നും മനസ്സിലായില്ല എന്തുവാ പറ്റിയെന്നുള്ളത്. ഞാൻ കണ്ടതും അവനോട് അവിടുന്ന് വണ്ടി വരുന്നത് ഞാൻ കണ്ടു. അവൻ്റെ ബാക്കിൽ ഞാനൊരു ടാപ്പും ചെയ്തു, ഇങ്ങനെ ഒരു ടാപ്പ് ചെയ്തു. അവനോട് പറഞ്ഞു വണ്ടി എന്ന് പറയും, അവൻ വന്ന് ഇടിക്കുകയും. ഞാൻ ലെഫ്റ്റിൽ താഴെ വീണു കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ വണ്ടി ഞാൻ വിട്ടിട്ടില്ല, മൊബൈൽ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്, ഞാൻ വിട്ടിട്ടില്ല. പക്ഷേ എൻ്റെ പൾസർ വണ്ടിയാണ്. പൾസർ വണ്ടിയുടെ ഫുട് റെസ്റ്റ്, നമ്മൾ കാല് വെക്കുന്ന ഫുട് റെസ്റ്റ് ഉണ്ടെങ്കിൽ ആ സംഭവം എൻ്റെ കാലിനകത്ത്, ഈ തൈസിനകത്തോട്ട് തുളച്ച് കയറിയിരുന്നിട്ട് വണ്ടി ഇങ്ങനെ ചുറ്റി കറങ്ങി എൻ്റെ കാലിൻ്റെ മണ്ടയ്ക്ക്. അപ്പോൾ ഇത് ആ സമയത്ത് തന്നെ എൻ്റെ തൈസിൻ്റെ അപ്പർ സൈഡ് ഫുൾ ഡീപ്പായിട്ട് വൂണ്ട് കട്ടായി, ഫുൾ ഒരു ഭാഗമായി, രണ്ട് ഭാഗമായി കാല്. അത് കഴിഞ്ഞിട്ട് ഈ കറക്ക് ചുറ്റി കഴിഞ്ഞിട്ട് വണ്ടി നേരെ കയറുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ഗാർബേജ് ട്രക്ക് വന്നായിരുന്നു. ഗാർബേജ് ട്രക്ക് എന്ന് വെച്ചാൽ കണ്ടോൺമെൻറ്റിൻ്റെ ഗാർബേജ് എടുക്കുന്ന ഒരു ട്രക്കാണ്. ആ ട്രക്ക് നേരിട്ട് ഈ ബൈക്കിൻ്റെ സൈഡിൽ വന്ന് ഈ ബൈക്ക് അതിൻ്റെ കീഴിൽ കയറുകയും ട്രക്ക് എന്നെയും ഈ ബൈക്കിനെയും ഒരുമിച്ച് വലിച്ചുകൊണ്ട് ഒരു 10 സെക്കൻഡ് വലിച്ചു. ആ സമയത്ത് ട്രക്ക് ഡ്രൈവറിന് മനസ്സിലായില്ല ഇതിൻ്റെ താഴെ ആരോ ഉണ്ടോ എന്നുള്ളത്, ഒന്നും മനസ്സിലായില്ല. സൈഡിൽ നിന്ന്
ആൾക്കാരെല്ലാവരും ഓടിപ്പോയി ട്രക്കുകാരെ നിർത്തുക. അന്നേരമാണ് ട്രക്കുകാരെ നിർത്തുന്നത്. പക്ഷേ അതിന് മുമ്പ് ഈ 10 സെക്കൻഡിനകത്ത് സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ, ഞാനിങ്ങനെ പുറകിലോട്ട് നോക്കുമ്പോൾ ഇത്രയും ഡിസ്റ്റൻസിൽ തന്നെയാണ് വണ്ടിയുടെ ഈ വലിയ ടയർ, 2 ടയർ എനിക്ക് കാണാം. പക്ഷേ ആ സമയത്ത് എനിക്കറിയില്ല, ദൈവത്തിൻ്റെ ഒരു ശക്തി എന്നിൽ വന്നിട്ട്, ഈ റൈറ്റ് സൈഡിലെ കയ്യിലൊരു ശക്തി വന്നിട്ട്, ഞാൻ ആ വണ്ടിക്ക് കീഴെ ഇങ്ങനെ കൈ ഇട്ടിട്ട് റൈറ്റ് സൈഡ് കൊണ്ട് ഇങ്ങനെ പൊക്കുക. ഈ കാലിൻ്റെ ഇടയ്ക്ക് നിന്ന് ഈ ഫുട് റെസ്റ്റിൻ്റെ ഞാൻ ഇളക്കി മാറ്റുക. ഇളക്കി മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ബെൻഡായി ഒരു സൈഡിലോട്ട്. ആ ബെൻഡാവുന്നതും ഇവിടുന്ന് ട്രക്ക് പാസ്സാവുന്നതും, ആ ഒരു 2 സെക്കൻഡിനുള്ളിൽ ദൈവം എനിക്കൊരു ശക്തി തന്നത് വലിയൊരു കാര്യം തന്നെ. അത് കാരണം ആ ട്രക്ക് പാസ്സായതും ആൾക്കാർ പോയി ട്രക്കുകാരൻ നിർത്തുകയും, നീ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കീഴിലൊരു ആളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ അന്നേരമാണ് മനസ്സിലാവുന്നത്. പക്ഷേ ആ സമയത്തേക്ക് എൻ്റെ കാല് ഫുള്ള് താഴെ ഒരയും ഫുള്ള്, അവിടുത്തെ വഴി മൊത്തം മോശമുള്ളൊരു വഴിയാണ്. അപ്പോൾ ആ വഴിക്കകത്ത് മൊത്തം കല്ലും ചേറും എല്ലാം കാലിനകത്ത് കയറി, കാരണം അത്രയ്ക്കും ബ്ലഡ് ലോസ് ആയി തുടങ്ങിയായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് നല്ല കോൺഷ്യസ്നെസ്സും ഉണ്ട്. ഒരു പ്രാവശ്യം പോലും എനിക്ക് ഒന്നും ഇങ്ങനെ എന്താ പറയുന്നത്, അൺകോൺഷ്യസ് ആയ ഒരു ഫീൽ വന്നിട്ടില്ല. പക്ഷേ കണ്ണടയുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് ചിലപ്പോൾ ഞാൻ അൺകോൺഷ്യസ് ആവുമെന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷേ എനിക്ക് അറിയില്ല, ആ സമയത്ത് എനിക്ക് ദൈവം മനസ്സിൽ തന്നത് ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ കണ്ണും മയങ്ങാൻ പാടില്ല, ഞാൻ അൺകോൺഷ്യസ് ആവാൻ പാടില്ല. ഞാനോട് പറഞ്ഞു, നീ എവിടെയെങ്കിലും പോയിട്ട് ഒരു ബോട്ടിൽ വെള്ളം, ആരുടെയും എടുത്തിരുന്നു ഒരു ബോട്ടിൽ വെള്ളം എടുക്കണം, അല്ലെങ്കിൽ എൻ്റെ ബാഗുണ്ട്, ബാഗിനകത്ത് വെള്ളവും കാണും, നോക്കുമെന്ന് പറഞ്ഞു. അവനോട് പറഞ്ഞ്, ഞാൻ എവിടെ പോയാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണെങ്കിലും എൻ്റെ കണ്ടീഷൻ ഒത്തിരി സീരിയസ് ആണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഞാനോട് പറഞ്ഞു, അൺകോൺഷ്യസ് ആവാനുള്ളൊരു സാധ്യത ഉണ്ട്, ഞാൻ കോമയിൽ പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. പക്ഷേ നീ ആണ് എന്നെ എപ്പോഴും വെള്ളം ഒഴിച്ച് എന്നെ കൂട്ടുകാരൻ തന്നെ. അവനോട് ഞാൻ പറഞ്ഞു, അവനൊന്നും പറ്റില്ല, അവൻ ലെഫ്റ്റ് സൈഡിലാണ് വീഴുന്നത്. അവൻ എന്നിട്ട് വന്ന് റൈറ്റ് സൈഡിലാണ് വീഴുന്നത്. അപ്പോൾ അവനെ ഞാൻ വിളിച്ചു. അവനോട് ഞാൻ പറഞ്ഞു, നീ ഇവിടെ വാ, എൻ്റെ കാല് നല്ല വേദന ഉണ്ട്, എനിക്ക് ഫുൾ ബ്ലഡ് പോകുന്നുണ്ട് കാലിൽ നിന്ന്, നീ എന്തായാലും എൻ്റെ കണ്ണിൽ വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ആംബുലൻസ് കയറുന്നതിന് മുമ്പേ വരെ കണ്ണിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ സമയത്തെല്ലാം എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത എന്ന് വെച്ചാൽ, ഞാൻ കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ പ്ലാൻ ചെയ്തായിരുന്നു. ഞാൻ സുശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാനുള്ളൊരു പ്ലാൻ ചെയ്തായിരുന്നു. അതെല്ലാം ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അന്നേരം എൻ്റെ മനസ്സിൽ കുറേ സംശയങ്ങളും കുറേ കാര്യങ്ങളിങ്ങനെ അഗെയിൻസ്റ്റ് ഗോഡ് ഞാൻ ചോദിക്കാൻ തുടങ്ങി, ദൈവം എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ആ സമയങ്ങളിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്കറിയാം ഒത്തിരി സീരിയസ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറിയാണ് എൻ്റെ ബോഡിയിൽ നടന്നിട്ടുള്ളത്. എനിക്ക് ജീവനോടെ ഇരിക്കാനുള്ളൊരു താല്പര്യമുണ്ട്. പക്ഷേ അതല്ല ദൈവത്തിൻ്റെ ആഗ്രഹമെങ്കിൽ അതിനു വേണ്ടി ഞാൻ റെഡിയാണ്. എന്ന് വെച്ചാൽ മരണവും എനിക്ക് ആ സമയത്ത് ചിന്തകളാണ് ഞാൻ ആലോചിക്കുന്നത് അതുതന്നെയാണ്. അപ്പോൾ ഞാൻ ദൈവത്തോട് ഒരു പ്രാർത്ഥന, ആ ആംബുലൻസിൽ കയറ്റുന്നതിന് മുമ്പേ, അതിനകത്തോട്ട് എൻട്രി ചെയ്യുന്നതിൻ്റെ മുമ്പേ ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ദൈവമേ, ജീവനോടെ വെക്കുവാണെങ്കിൽ ഇനിയും നല്ലപോലെ കുറച്ചും കൂടെ എന്താ പറയുന്നത്, ആക്റ്റീവായിട്ടാണ് ദൈവത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത് എന്നുള്ളത്. പിന്നെ ജീവനോട് വെക്കുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും റെഡിയാണ്. പക്ഷേ എന്നെ പെയിനിൽ കൂടെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ലേ, ഇവിടെ തന്നെ വെച്ച് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ജീവൻ എടുത്തോണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ആ സമയത്ത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ദൈവത്തോട് പറഞ്ഞു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും ദൈവത്തോട് ഒരു കാര്യം പറയാറുണ്ട്, എന്നെ ഒരു ചിഹ്നം കാണിക്കണം, എന്തെങ്കിലും എൻ്റെ ലൈഫിൽ പ്രവൃത്തി ഉണ്ടെങ്കിൽ ഒരു അടയാളം, ഒരു ചിഹ്നം എനിക്ക് കാണിക്കണമെന്നുള്ളത് എൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ ജീവനോടെ ഇരിക്കുമെന്നുള്ള ഒരു ചിഹ്നം, ദൈവം എന്നെ വിടുവിക്കുമെന്നുള്ള ഒരു ചിഹ്നം, ഒരു അടയാളം ദൈവം എനിക്ക് കാണിക്കണമെന്നുള്ള ഒരു പ്രാർത്ഥന ആ സമയത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരെന്നെ ആംബുലൻസിലോട്ട് ഇടുന്നു. ആംബുലൻസിലിട്ടിട്ട് ആ സമയത്തൊക്കെ എൻ്റെ വീട്ടുകാരെല്ലാം വിളിച്ചു കഴിഞ്ഞു. ഞാൻ എൻ്റെ ഫോൺ എടുത്ത് കൂട്ടുകാരൻ കൊടുത്തു, നീ ഫോൺ വിളിക്ക്, എല്ലാവരോടും പറ ഇങ്ങനെയുള്ള ശ്രമം നടന്നത്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ആംബുലൻസിൽ എന്നെ ഇട്ടു. ആംബുലൻസിലിട്ട് കഴിഞ്ഞിട്ട് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു, നേരിട്ട് നമ്മൾ പോകുന്നത് ജില്ലാ ആശുപത്രിയിലാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പോകുന്നത്. അവിടെ പോയിട്ട് നമുക്ക് കേസും അതിനുള്ള എഫ്ഐആറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടേ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇതൊരു ആക്സിഡൻറ്റ് കേസ് ആയതുകൊണ്ട്. വേറെ നോർമൽ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്ക് വേറെ ഏത് പ്രൈവറ്റിൽ വേണമെങ്കിലും കൊണ്ടുപോകാം. പക്ഷേ ഞാനോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ കൊണ്ടുപോകുന്ന ഹോസ്പിറ്റൽ ഏതാണെന്ന് അറിയാം. കാരണം അവിടുത്തെ ഹോസ്പിറ്റൽ സസൂൺ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റൽ പറഞ്ഞാൽ വെറും മോശമായിട്ടുള്ളൊരു പേര് കേട്ട ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്, അവിടെ കൊണ്ടുപോയാൽ എനിക്ക് തോന്നുന്നില്ല എനിക്ക് കിട്ടാവുന്ന ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്നുള്ളത്, നിങ്ങൾ അവിടെ കൊണ്ടുപോകാതിരിക്കുക.
എൻ്റെ ചേച്ചിയും വിളിച്ച് സംസാരിച്ചു. പക്ഷേ അവർ പറയുന്നത് പറ്റത്തില്ല, ഞങ്ങൾക്ക് ജില്ലാ ഹോസ്പിറ്റലിലേ കൊണ്ടുപോയാൽ പറ്റത്തുള്ളൂ, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ നിങ്ങൾക്ക് അഡ്മിഷൻ പോലും തരത്തില്ല, കാരണം എടുക്കാൻ പറ്റത്തില്ല ആക്സിഡൻറ്റ് കേസ്. അങ്ങനെ അപ്പോൾ ശരി പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവരെന്നെ കാഷ്വാലിറ്റി കൊണ്ടുപോയിട്ട് അവിടെ എന്നെ അഡ്മിറ്റ് ചെയ്തിട്ട് അവർക്ക് എനിക്ക് പെയിൻ ഒത്തിരി കൂടാതിരിക്കാൻ വേണ്ടി സെഡേഷൻ തന്നു കൈ കൂടെ. അത് കഴിഞ്ഞിട്ട് എൻ്റെ പേരൻസ് എല്ലാം വന്നു, അവരെല്ലാവരും എന്നെ കണ്ടു. എല്ലാവരും എന്നെ കണ്ടത് വേറൊരു ലെവലായിരുന്നു ആ സമയത്ത് എല്ലാവരുടെയും. തീർച്ചയായിട്ടും അതിലേക്ക് ആ ഒരു ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ജെയ്സൻ്റെ പപ്പയിലേക്ക് ഒന്ന് വരാൻ ആഗ്രഹിക്കുകയാണ്. ആക്സിഡൻറ്റിനെ പറ്റി എപ്പോഴാണ് പാസ്റ്റർ ഇത് മോൻ്റെ ഒരു ആക്സിഡൻറ്റ്, ഒരു അസാധാരണമായ ഒരു ആക്സിഡൻറ്റ്, ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, യോബിൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ ശോധന പോലെ, ഞാൻ ആ വാക്യം പോലെ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് ഞാൻ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുക. 7-ാം അധ്യായത്തിൽ കിടക്കുന്നേരം ഞാൻ എപ്പോൾ എഴുന്നേൽക്കും എന്ന് പറയുന്നു, രാത്രിയോ ദീർഘിച്ചുകൊണ്ടിരിക്കുന്നു, വെളുക്കുവോളം എനിക്കുരുളുക തന്നെ പണി, എൻ്റെ ദേഹം പുഴുവും മൺകട്ടയും ഉടുത്തിരിക്കുന്നു, എൻ്റെ ത്വക്കിൽ പുൺവായികൾ അടഞ്ഞ് വീണ്ടും പഴുത്ത് പൊട്ടുന്നു. അതായത് ആ ഉണ്ടായ ആക്സിഡൻറ്റിനേക്കാൾ വലിയൊരു ഒരു എന്താ പറയുക ക്രൈസിസിൽ കൂടി, വലിയൊരു വേദനയിൽ കൂടിയാണ് കടന്നു. ഞാനും അവിടെ വന്ന് നേരിട്ട് എനിക്ക് മോനെയും പാസ്റ്ററിനെയും കാണാനായിട്ട് പറ്റി പൂനെ വന്ന സമയത്ത്. അപ്പോൾ ആ വാർത്ത കേട്ടപ്പോഴുള്ള ഒരു പിതാവെന്ന രീതിയിലുണ്ടായ ആ ഒരു വേദന, ആ ഒരു ഫീലിംഗ് എന്തായിരുന്നു? സസൂൺ ഹോസ്പിറ്റലിൽ സംഭവിച്ചത് എന്താണ്? പ്രൈസ് ലോർഡ്. അപകടം നടന്ന ആ സമയം തന്നെ അവൻ്റെ കൂട്ടുകാരൻ എനിക്ക് ഫോൺ ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചത്. അവൻ അന്നേരം എന്നോട് പറഞ്ഞു ചെറിയൊരു മുറിവ് സംഭവിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച ചെറിയ മുറിവായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ ഏകദേശം ഒരു 11:30 എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ടേബിളിൽ കിടക്കുന്നുണ്ട്, ഫുള്ള് രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. കാലൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ വളരെ വിഷമത്തിലായി. പ്ലസ് ഞാൻ അന്നേരം ദൈവത്തോട് ചോദിച്ച് എൻ്റെ മകന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാൻ ഒരുങ്ങിയിരുന്ന സമയമാണ്, റിസർവേഷൻ വരെ ചെയ്തു, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കുവാൻ നിങ്ങളിവിടെ തീർന്നു. കാരണം അത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ള ആ കാഴ്ചയാണ് എനിക്കവിടെ കാണാൻ കഴിഞ്ഞത്. ഞാൻ പെട്ടെന്ന് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി. അവർ പറഞ്ഞ് ഒരു മെയിൻ ഡോക്ടർ വരാനുണ്ട്, അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഉടനെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റാം എന്ന് അവർ പറഞ്ഞു. പക്ഷേങ്കിൽ മണിക്കൂറുകൾ ഞങ്ങളവിടെ നിന്നു. ഞാനും 5-8 പാസ്റ്റേഴ്സും 5-6 ബ്രദേഴ്സ് ഇവരെല്ലാം ഉടനെ ആ സമയത്ത് അവിടെ എത്തി. പക്ഷേങ്കിൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നില്ല. ഒരു സലൈൻ കൊടുത്തിട്ടുണ്ട്, ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട്, ബസ് അതെല്ലാം ഒന്നും ചെയ്യുന്നില്ല. അവൻ്റെ കിടപ്പ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വളരെ ഭാരം വന്നുകൊണ്ടിരിക്കുക, എന്ത് സംഭവിക്കും എന്നുള്ള ഒരു വേദനയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുക. ഏകദേശം രാത്രി 9 മണിയായപ്പോഴാണ് അവർ മെഷീനിൽ കയറ്റി, MRI മെഷീനിൽ കയറ്റി, അതിൻ്റെ മെഷീനിൻ്റെ കാര്യങ്ങളെല്ലാം കിടന്നു. ആ മെഷീൻ മൊത്തം രക്തം കൊണ്ട് കുളിച്ച് എവിടെ എല്ലാം കൊണ്ടുപോയി അവിടെ മൊത്തം രക്തം കൊണ്ട് വലിയ കഴുകൽ പ്രാപിക്കാനിടയായിത്തീർന്നു. എന്നാൽ ലാസ്റ്റിൽ അവരവിടുന്ന് 9 മണിയായപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ദേഷ്യപ്പെട്ടു അവരോട്, എന്താ ഇങ്ങനെ നിങ്ങളൊന്നും ചെയ്യാതെ ഇട്ടേക്കുന്നത്, ക്ലീനിങ് പോലും ചെയ്യാതെ. അപ്പോൾ ആക്ച്വലി അവരുടെ പ്ലാനിങ് അദ്ദേഹത്തിന് അവിടെ തന്നെ ഫിനിഷാക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു. അതുകൊണ്ടാണ് അവരൊന്നും ചെയ്യാതിരുന്നത്. കാരണം അവർക്ക് മനസ്സിലായത് ചെയ്താലും രക്ഷപ്പെടത്തില്ല എന്നുള്ള അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവരങ്ങനെ അത് നമ്മളോട് പറയുന്നില്ല. പെട്ടെന്ന് ഞാൻ അവരോട് ദേഷ്യപ്പെട്ടു. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു ഡോക്ടറുണ്ട് പരിചയമുള്ള, അദ്ദേഹത്തിന് ഞാൻ ഫോൺ ചെയ്തു, സാറേ ഇന്നപോലൊക്കെയാണ് സംഭവം, ഇങ്ങനൊരു കേസുണ്ടായി, ഇവരിവിടെ ഇത്രയും സമയമായിട്ടൊന്നും ചെയ്തിട്ടില്ല, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു അവിടെ ആരെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടോ? ഞാൻ പറഞ്ഞാൽ ഉണ്ടെന്ന് പറയാം. അവരുടെ കയ്യിലോട്ട് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അവരുടെ കയ്യിൽ അവിടെ ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫോൺ കൊടുത്തു. അവർ തമ്മിൽ സംസാരിച്ച്, അവരുടെ ഒരു ഭാഷയുണ്ടല്ലോ, അവർ സംസാരിച്ചതിന് ശേഷം എൻ്റെ കയ്യിൽ ഫോൺ തന്നു. എന്നിട്ട് ആ ഡോക്ടർ എന്നോട് പറഞ്ഞു എന്നെ ഫാദർ എന്നാണ് വിളിക്കുന്നത്. കാരണം നേരത്തെ എനിക്കൊരു ആക്സിഡൻ്റ് നടന്നു, അന്ന് അദ്ദേഹമാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അപ്പോൾ ഫാദർ എന്ന് എന്നെ വിളിക്കുന്നു. ഫാദർ എത്രയും വേഗം അവിടെ നിന്ന് കൊണ്ടുപോകും, ഒരു നിമിഷം പോലും ഇവിടെ വെക്കരുത്, അവിടെ നിന്ന് എത്രയും വേഗം അവിടെ മാറ്റം, അല്ലെങ്കിൽ ഫാദറിന് മകനെ കിട്ടത്തില്ല. കാരണം അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ അവരോട് സംസാരിച്ചേക്കുന്നത് ലാസ്റ്റ് പിന്നെ ആ ഡോക്ടർ എന്നോട് പറയുന്നത് 2 മണിക്കൂറിനകം ആൾ ഫിനിഷാകും. ആക്ച്വലി ഈ 2 മണിക്കൂറിനകം ഫിനിഷായിട്ട് അവർ ആ ജില്ലാ ഹോസ്പിറ്റൽ അവരുടെ പ്ലാനിങ് ആയിരുന്നു ഇവൻ്റെ പാട്ടുകളൊക്കെ വിൽക്കാനുള്ള. അങ്ങനെ ഒരു പ്ലാനിങ് അവർ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അവിടെ ആൾക്കാർ പോയി വന്നു ഇങ്ങനെ ഒത്തിരി ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. അപ്പം ലാസ്റ്റ് ജേസൺ തന്നെ പറഞ്ഞ ഒരു ഫോമുണ്ട്, ആ ഫോമിനകത്ത് ഇങ്ങനെയുള്ള പാട്ടുകളുടെ ഒരു ഫോം അതിനകത്തുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അവരുടെ പരിപാടി ഫിനിഷ് ചെയ്തിട്ട് മൊത്തം പാട്ടുകൾ അവർക്ക് എടുത്തിട്ട് പൊതിഞ്ഞ് നമ്മുടെ കയ്യിൽ തരാനുള്ള പ്ലാനായിരുന്നു.
അതുകൊണ്ട് ആ ഡോക്ടർ എന്നോട് പറഞ്ഞത് പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റാൻ പറഞ്ഞു. അവിടെ നിന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകും, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം, എനിക്കിവിടെ വേറെ പരിചയമുള്ള ഹോസ്പിറ്റലില്ല, സാറിൻ്റെ അടുത്തോട്ട് തന്നെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു 25 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന അടുത്തായിട്ടാണ്. പറഞ്ഞു എന്നാലും വേണ്ടിയില്ല, പെട്ടെന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്ത് ഇപ്പോൾ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഉലസി ഇങ്ങനെ കിടക്കുക, പിന്നെ മാംസമൊക്കെ പല സ്ഥലങ്ങളായിട്ട് മാംസം ഇങ്ങനെ കിടക്കുക. പിന്നെ ഒരു സ്ത്രീ വന്നൊരു 40 ലിറ്റർ സലൈൻ വെച്ചിട്ട് കഴുകി ഒന്ന് പൊതിഞ്ഞ് ക്ലിയറാക്കി ഞങ്ങൾക്ക് തന്നു. അവിടുന്ന് ഞങ്ങൾ ഒരു വിധത്തിൽ പൊക്കി. അവിടുന്ന് പൊക്കിയപ്പോൾ തന്നെ 2-3 കഷ്ണം മാംസം അവിടെ ടേബിളിൽ കിടപ്പുണ്ട്. ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ വളരെ പെട്ടപ്പായിട്ട് ഇങ്ങനെ പോവുക, എന്തായിത്തീരും എന്നുള്ളതിൽ. എന്തായാലും അവിടുന്ന് പൊക്കിയെടുത്ത് ഈ ഹോസ്പിറ്റലിൽ വന്നു. ഏകദേശം രാത്രി 12:45 ഈ ഹോസ്പിറ്റലിൽ വന്നത്. അങ്ങനെ അവിടെ വന്നിട്ട് അവർ പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അവർ പറഞ്ഞ് ഒത്തിരി ക്രിട്ടിക്കൽ കേസാണ്, അപ്പോൾ പ്ലാസ്റ്റിക് സർജനും എല്ലാം അവിടെ വന്നു. അവരെല്ലാം വന്നപ്പോഴത്തേക്ക് അവർ പറയുന്നത് എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ പറഞ്ഞു നിങ്ങൾ ട്രൈ ചെയ്യാൻ പറഞ്ഞു. കാരണം 2 മണിക്കൂർ അവിടുന്ന് ഞങ്ങൾക്ക് സമയം തന്നിട്ടുണ്ട്. എൻ്റെ ഉള്ളിൽ ദൈവം പറയുന്നുണ്ട് അവൻ ജീവിക്കും. ഞാൻ ദൈവത്തോടും പറഞ്ഞ് അവൻ ജീവിക്കണം, അവൻ്റെ കാല് മുറിച്ച് കളഞ്ഞാലും വേണ്ടിയില്ല, പക്ഷേങ്കിൽ അവൻ ജീവിച്ചിരിക്കണം എന്ന് ഞാൻ ദൈവത്തോടും ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെക്കൊണ്ട് ചെയ്യാവുന്നത് എന്ന് അവരോട് പറഞ്ഞിട്ട് അങ്ങനെ അവർ ഓരോ ട്രീറ്റ്മെൻറ്റുകളൊക്കെ തുടങ്ങി. ഏകദേശം 11 ദിവസമായിട്ടും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. ഇടയ്ക്ക് 11ാമത്തെ ദിവസം എന്നോട് പറഞ്ഞ് ഇൻഫെക്ഷൻ ഒത്തിരി മുകളിലോട്ട് കയറി പോവുകയാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ക്രിട്ടിക്കലാണ്, അതുകൊണ്ട് ഇവിടെ വെച്ച് നടുവിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് കാല് മൊത്തം മുറിച്ച് മാറ്റണമെന്ന് പറയും. അപ്പം അതുകൂടെ കേട്ടപ്പോഴത്തേക്ക് ആകെപ്പാട് ഭയങ്കര വിഷമവും ഇതെല്ലാം ആയി. ഞാൻ പറഞ്ഞു ഓക്കെ, കാല് പോയാലും വേണ്ടിയില്ല, അവനെന്തായാലും ജീവിച്ചിരിക്കുമല്ലോ, ഒരു കാലെങ്കിലും നടക്കുമല്ലോ എന്നുള്ള ഇതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഈ കാല് മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചു. അപ്പോഴേ അവർ പറഞ്ഞു അത് നമുക്ക് ഗ്യാരണ്ടി പറയാനൊക്കത്തില്ല, മുകളിലോട്ട് ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ മുറിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട, അങ്ങനെ തന്നെ ഇട്ടേക്കാൻ പറഞ്ഞു. ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും പോകാനുള്ള പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം, ഞങ്ങൾ നാളെ ഒരു സ്പെഷ്യലിസ്റ്റിനെ വിളിക്കാം. ഒരു സർജനുണ്ട്, സ്പെഷ്യലിസ്റ്റ് പൂനെയിലാണ്, അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലും കാര്യങ്ങളുമൊക്കെ, അദ്ദേഹത്തിനെ നമുക്ക് വിളിക്കാം. അപ്പോൾ നാളെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസത്തേക്ക് വേണ്ടി കാത്തിരുന്നു. അടുത്ത ദിവസം വന്നു. ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ട, അങ്ങനെയാണെന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട, ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ഒരു കാര്യങ്ങളും അടുത്ത ദിവസമായിട്ട് ചെയ്യുന്നില്ല. ഒരു 2 മണിയായിട്ടും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇവന് ആഹാരം ഒന്നും കൊടുത്തിട്ട് ഒന്നും കൊടുക്കാൻ വയ്യാത്ത കണ്ടീഷൻ കിടക്കുക. 2 മണിയായിട്ടും ചെയ്യാത്തതോടെ അവർ ചോദിച്ചു എന്താ ഡോക്ടർ വന്നില്ലല്ലോ. കാരണം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ആകെപ്പാട് ഒന്നുകൂടെ ഞങ്ങൾക്ക് ടെൻഷനായി. പിന്നെ ഞങ്ങൾ അവരുടെ ഏത് ഡോക്ടറാണ് വരുന്നത് അവരോട് ചോദിച്ചു, പേരെടുത്തിട്ട് എൻ്റെ മോള് ഡിക്ഷണറിയിൽ നിന്ന് ആ ഡോക്ടറിൻ്റെ നമ്പർ എടുത്തിട്ട് വിളിച്ച ഉടനെ ആ ഡോക്ടർ പറഞ്ഞു അവരെനിക്ക് തന്നേക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഞാൻ അവിടെ വന്ന് ചെയ്തു കഴിഞ്ഞാലും രക്ഷപ്പെടുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. അതുകൊണ്ട് ഞാനൊന്ന് പുള്ളിയൊന്ന് ഇതായി ഒന്ന് അലസ്യെന്ന് കണ്ടു. ഞങ്ങൾ പറഞ്ഞാൽ അതല്ല ഡോക്ടറെ, അവനെ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തണം. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, അവിടെ കിടത്തി കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് അവിടെ ഇല്ല. കാരണം ഇതിപ്പോൾ ഇൻഫെക്ഷൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഏത് സമയത്ത് ഏതെല്ലാം പാർട്ടുകളിലും വേണമെങ്കിലും അത് വ്യാപിക്കാം. അപ്പോൾ ഒരു പാർട്ടിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിന് വേണ്ടുന്ന ഡോക്ടർ ഉണ്ടായിരിക്കണം. പക്ഷേങ്കിൽ അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. കാരണം അവരെനിക്ക് തന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അത്രമാത്രം സീരിയസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഇവിടുന്ന് 2-3 ഹോസ്പിറ്റൽ, മെഗാ ഹോസ്പിറ്റലുണ്ട്, അവിടെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാ ഡോക്ടേഴ്സും അവിടെ ഉണ്ട്, പ്ലസ് അവന് വേണ്ടുന്ന ഇക്വിപ്മെൻറ്റ് എല്ലാം അവിടെ ഉണ്ട്. ഞാനിപ്പോൾ വന്നപ്പോൾ എന്തായാലും ഞാൻ കേട്ടതനുസരിച്ച് ഒരു സർജറി കൊണ്ടുവന്ന കാര്യം നടക്കത്തില്ല, കുറേ സർജറി ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അവിടെ വന്നാൽ തന്നെ ഞാൻ വന്നിട്ട് ഒരു സർജറി ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത സർജറി ചെയ്യാം. അപ്പോൾ ഈ സർജറി ചെയ്തതിൻ്റെ ഫലം ക്ലിയറായിട്ടാകണമെന്നുണ്ടെങ്കിൽ ആ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അത് ക്ലിയറായിട്ട് നടക്കണം, അതവിടെ നടക്കത്തില്ല. അങ്ങനെ പുള്ളി അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ വന്ന് പുള്ളി ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു ഡോക്ടർ ഒരു കാര്യം ചെയ്യും, ഡോക്ടർ പറയുന്നിടത്തോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇന്ന ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല, പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഭാരിച്ച ചിലവുണ്ട്. ഞാൻ പറഞ്ഞു ചിലവ് എത്രയായാലും കുഴപ്പമില്ല, ദൈവം അതിന് വേണ്ടുന്ന വഴി ഒരു അങ്ങനെ നമ്മുടെ ഒന്നുമില്ല. എന്നിട്ട് ഞാൻ വിശ്വാസത്താൽ പറയുകയാണ് ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കൊണ്ടുപോയി ഇവിടെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അവിടെ തുടങ്ങി അവർ ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങി. പക്ഷേങ്കിൽ അപ്പോഴത്തേക്കും ഇത് മൊത്തം ഈ മാംസം മൊത്തം ഇൻഫെക്ഷനായി ഇത് ചെയ്തു. ലാസ്റ്റ് പിന്നെ കുറേ ഒത്തിരി മുറിച്ച് കളയേണ്ടി വന്നു. മുറിച്ച് കളയേണ്ട കാരണം എന്ന് പറഞ്ഞാൽ അത് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഇൻഫെക്ഷൻ വേറെ സ്ഥലങ്ങളിലോട്ട് വ്യാപിക്കും. അപ്പോൾ അത് നമ്മളോട് തന്നെ അവർ പെർമിഷൻ എടുത്തിട്ട് മൊത്തം മുറിച്ച് കളഞ്ഞ് പഴുത്ത ഭാഗങ്ങളെല്ലാം മുറിച്ച് കളഞ്ഞ് ഡീപ്പ് ഭാഗത്തോട്ടൊക്കെ നല്ല ഡീപ്പിൽ മുറിവുണ്ടായിരുന്നു. ആ മാംസങ്ങളെല്ലാം മുറിച്ച് കളഞ്ഞു. അവർ പറഞ്ഞൊരു 1 വർഷം ആകുമ്പോഴത്തേക്ക് മാംസമെല്ലാം കിളിക്കുമെന്ന് അന്ന് അവർ നമ്മളോട് പറഞ്ഞിരുന്നത്.
പക്ഷേങ്കിലെല്ലാം മുറിച്ച് കളഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും ആളിൻ്റെ ബാക്കി ട്രീറ്റ്മെൻറ്റ് നടക്കട്ടെ. അങ്ങനെ അവിടെ കൊണ്ടുപോയാണ് എന്താണ് സീരിയസ് എന്നുള്ള ആ കേസ് മാറി ഇമ്പ്രൂവ് ആകാൻ തുടങ്ങിയത്. അതായത് ആ ട്രീറ്റ്മെൻറ്റുകൾ പിന്നെ വേറൊരു ലെവലിലേക്കായി. അപ്പം നമുക്ക് മനസ്സിലായി ദൈവം അവിടെ പ്രവർത്തിച്ചിരിക്കുന്നു. അതിന് ആ ഡോക്ടറെ നമുക്ക് കൊണ്ട് തന്നു. ആ ഡോക്ടർ ഇനി ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിന് പിന്നിലൊരു നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം അൺകോൺഷ്യസ് ആയില്ല, പ്ലസ് അവൻ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ഉണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം മനസ്സ് വെച്ചിട്ട് ആ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ഹോസ്പിറ്റലിലേക്ക് വീണ്ടും വരാൻ, ജെയ്സണിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. ആശുപത്രി കിടക്കയിലെ അനുഭവങ്ങൾ, 15 സർജറികൾ, 45 ലിറ്റർ പഴുപ്പ് ശരീരത്തിൽ നിന്നും കുത്തിയെടുത്തു. ഞങ്ങൾ വന്ന് കാണുന്ന സമയത്ത് അസാധാരണമായ ഒരു ധൈര്യം ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തു. അപ്പം തീർച്ചയായിട്ടും ദൈവികമായിട്ടുള്ള ഇടപെടൽ, അനേക ദൈവമക്കളുടെ പ്രാർത്ഥന, സപ്പോർട്ട്, ആ ആശുപത്രി കിടക്കയിൽ ഫർദർ ട്രീറ്റ്മെൻറ്റ് അനുഭവം, ദൈവം സംസാരിച്ച അനുഭവങ്ങളൊന്ന് വിശദീകരിക്കാം. ഞാൻ ആ ആശുപത്രി കിടക്കുന്നതിൻ്റെ അനുഭവം പറയുന്നതിന് മുമ്പേ ആക്സിഡൻറ്റ് സ്പോട്ടിൽ നടന്ന ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ ആ സമയത്താണ് പ്രാർത്ഥിച്ച് ദൈവത്തോട് ഒരു അടയാളം ചോദിച്ചതെന്ന് പറഞ്ഞില്ലായിരുന്നു. അതിൻ്റെ മുമ്പേ ഒരു സംഭവം നടന്നായിരുന്നു. അതെന്ന് വെച്ചാൽ, ഞാൻ ഈ റോഡിൽ കിടക്കുമ്പം തന്നെ ഞാനിങ്ങനെ പൊങ്ങി എൻ്റെ വയറ്റിൻ്റെ ഭാഗത്ത് നോക്കുമ്പം എൻ്റെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എൻ്റെ വയറിൻ്റെ സൈഡിൽ നിന്ന് താഴെ റോഡിലോട്ട് തൂങ്ങിക്കിടക്കുമായിരുന്നു. അത്രയ്ക്കും ഡീപ്പായിട്ടായിരുന്നു കട്ട് വന്നത്. ചെറുകുടൽ വെളിയിൽ വന്ന് ഇങ്ങനെ കിടക്കുക, റോഡിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ കിടന്ന്. അപ്പോൾ എൻ്റെ കൈ കൊണ്ട് തന്നെ അതിങ്ങനെ പൊക്കി അകത്തോട്ട് എങ്ങനെയോ ഞാൻ കയറ്റി വെച്ചിട്ടാണ് അവിടുന്ന് പൊങ്ങുന്നത്. പിന്നെ വേറൊരു കാഴ്ച കാണുന്നതെന്ന് വെച്ചാൽ, ആ സമയത്ത് തന്നെ റോഡിൽ എൻ്റെ മാംസവും എൻ്റെ ഫാറ്റ്സും ബ്ലഡ്സും എല്ലാം, ബ്ലഡ് സെൽസും എല്ലാം അവിടെ കിടക്കുക, റോഡിൽ കിടക്കുക. അവിടെ കണ്ട ഒരു കാഴ്ച എന്ന് വെച്ചാൽ, കാക്കകൾ വന്ന് ഇതിൻ്റെ പുറത്ത് വന്ന് ഇരിക്കുക. അന്നേരം ആൾക്കാരെല്ലാവരും റോഡ് സൈഡിൽ നിന്ന് മണ്ണ് പൊക്കിക്കൊണ്ട് വന്ന് അതിൻ്റെ പുറത്ത് ഇട്ടിട്ട് അതിനെ മൂടുക. ആ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഫീലിംഗ് ആയി മനസ്സിൽ. ദൈവമേ, എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല, സംശയം. കാരണം എന്തൊക്കെയാണ് റോഡിൽ വീണ് കിടക്കുന്നത് എനിക്ക് കാണാൻ പോലും വയ്യാത്ത ഒരു രീതിയിൽ. പിന്നെ അവിടുന്ന് ഹോസ്പിറ്റലിൽ വന്ന് അവിടുന്ന് ആ സ്ഥലത്തിന് വെളി വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന അനുഭവം ഡാഡി പറഞ്ഞല്ലോ എങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഇനാംദാർ ഹോസ്പിറ്റൽ, സ്റ്റെർലിംഗ് ഹോസ്പിറ്റലിലാണ് എൻ്റെ ആംപ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്, കാൽ മൊത്തം മുറിക്കണമെന്ന് പറഞ്ഞത്. അവിടുന്ന് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് തിരിച്ച് കൊണ്ടുവന്നത് ഈ ഇനാംദാർ ഹോസ്പിറ്റലാണ്. ഇനാംദാർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണത്. അതെന്ന് വെച്ചാൽ എൻ്റെ ആക്സിഡൻറ്റ് നടന്ന സ്പോട്ടാണ്, ആ ഏരിയയിലാണ് ഈ ഹോസ്പിറ്റൽ വരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പറയാൻ വന്നത്, ആക്സിഡൻറ്റ് നടന്ന സ്പോട്ടിൽ നിന്നും 25 കിലോമീറ്റർ എൻ്റെ വീടിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവിടുന്ന് ദൈവം പിന്നെയും 25 കിലോമീറ്റർ പിന്നെയും ബാക്ക് സൈഡ് കൊണ്ടുവന്നിട്ട് ആക്സിഡൻറ്റ് നടന്ന സ്പോട്ടിൽ തന്നെ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. പിന്നെ ഈ ഡോക്ടറെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് ഈ സെക്കൻഡ് ഹോസ്പിറ്റലിൽ പോയാൽ തന്നെയാണ് എനിക്ക് ഈ മറ്റേ ഡോക്ടറിനെ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ആ ഡോക്ടറാണ് വരുന്നത്, ആ ഡോക്ടറാണ് സ്പെഷ്യലിസ്റ്റ്, ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. കാരണം ഞങ്ങൾക്കറിയില്ല ഇതിന് വേണ്ടിയത് ഏത് ട്രീറ്റ്മെൻറ്റാണ്, പ്ലാസ്റ്റിക് സർജൻ ആണോ, ന്യൂറോ സർജൻ ആണോ, ഓർത്തോപീഡിക് ആണോ, ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഈ സെക്കൻഡ് ഹോസ്പിറ്റലിൽ പോയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഡോക്ടറിനെ കിട്ടില്ല. അപ്പോൾ ഞാൻ ഗൈഡൻസ്, അപ്പം ഞാൻ ഇതിൽ കാണുന്നത് അതായിരുന്നു. എൻ്റെ മനസ്സിൽ ഞാൻ ഡ്രോ ചെയ്ത പിക്ചർ. ദൈവം എല്ലായിടത്തും കൊണ്ടുപോയി ഓരോരോ സംഭവങ്ങൾ നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. ഇവിടെ പോയില്ലായിരുന്നെങ്കിൽ, ഇപ്പം സസുണിന് ഞാൻ മാറിയില്ലായിരുന്നെങ്കിൽ സസുണി കടന്ന് പോയേനെ. പക്ഷേ സസുണിന് ദൈവം മാറ്റിയിട്ട് വേറെ ഇടത്തോട്ട് കൊണ്ടുപോയി. അവിടെ പോയതായിരുന്നു വേറെ കാരണം. അവിടുന്ന് എനിക്ക് വേറെ ഹോസ്പിറ്റലിലോട്ട് പോകാനുള്ളൊരു കാരണം അവിടുത്തെ ഹോസ്പിറ്റലിൽ പോയത് കൊണ്ട് മാത്രം. അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഫസ്റ്റ് ഡേ സർജറി അവർ പറഞ്ഞു കാല് മൊത്തം, എൻ്റെ മാംസം മൊത്തം മുറിക്കേണ്ടി വരും, കാരണം ഇൻഫെക്ഷൻ അകത്തോട്ട് കയറിപ്പോകുന്നുണ്ട്. എൻ്റെ പേരൻസിൻ്റെ കൺസെൻറ്റും എൻ്റെ കൺസെൻറ്റും എല്ലാം എടുത്തിട്ട് അവർ ഇതിൻ്റെ സർജറിക്ക് വേണ്ടി തുടങ്ങി. പക്ഷേ അതിന് മുമ്പേ ഈ ഇനാംദാർ ഹോസ്പിറ്റലിൽ എന്നെ രാത്രി കൊണ്ടുപോയപ്പം ആ കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ എനിക്ക് നല്ല ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു. ചെസ്റ്റ് പെയിൻസ് എന്ന് വെച്ചാൽ എനിക്ക് താങ്ങാൻ പറ്റാതെ, എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആംബുലൻസ് മൊത്തം എൻ്റെ വീട്ടുകാരോട് പറയുമായിരുന്നു എനിക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ട്, എനിക്കറിയില്ല എന്തുവാന്ന്, എനിക്ക് എന്തോ ഒരു പേടി വരുന്നുണ്ട്, വേറെ എന്തോ സംഭവിക്കുന്നുണ്ടെന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞിട്ട് എൻ്റെ ശരീരം മൊത്തം അങ്ങ് തണുത്ത് എനിക്ക് വിറയ്ക്കാൻ തുടങ്ങി. ഇവർ കാഷ്വാലിറ്റിയിൽ ആദ്യം കൊണ്ടുപോകുന്നത് ആംബുലൻസിൽ ഇറക്കിയിട്ട് തണുത്ത് വിറയ്ക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ വിറയിൽ നിർത്താൻ പറ്റാത്തൊരു രീതിയിൽ, ഔട്ട് ഓഫ് കൺട്രോൾ എന്ന് പറയാം നമുക്ക്. ഈ നോർമൽ ഇങ്ങനെയല്ല, ബെഡേ കിടന്നങ്ങ് ചാടുക ബോഡി, അത്രയ്ക്കും എനിക്ക് വിറയിൽ. പിന്നെ ആ ഡോക്ടർ വന്നിട്ട് ഏതോ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തപ്പം എൻ്റെ ബോഡിക്കകത്ത് എന്തോ ചൂടുള്ള ഇഞ്ചെക്റ്റ് ചെയ്ത പോലെ എനിക്കൊരു ഫീൽ, ഫുൾ ബോഡി വോമായി കഴിഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ചെസ്റ്റ് പെയിൻ നല്ലപോലെ ഉണ്ട്, എന്തെങ്കിലും നോക്കണമെന്ന് പറഞ്ഞു.
അവർ പറഞ്ഞു ഞങ്ങൾ നോക്കാം. എന്നിട്ട് അവർ എന്നെ ആദ്യം കൊണ്ടുപോയിട്ട് ഇപ്പം നാളെ തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. നാളെ രാവിലെ ഞങ്ങൾ സർജറി ചെയ്യും. അതിന് മുമ്പേ CT സ്കാനും എല്ലാ കാര്യങ്ങളും അവർ ചെയ്ത് നോക്കി. അതിനകത്ത് എല്ലാം നോക്കിയിട്ട് എൻ്റെ തലയ്ക്ക് ഒരു ഇഞ്ചുറി പോലും ഇല്ല. എൻ്റെ ബോഡിയിൽ എല്ലാ ബോൺസിനും ഒരു സ്ക്രാച്ച്, നോട്ട് എ സിംഗിൾ ബോൺ വാസ് ലൈക്ക് ഒരു സ്ക്രാച്ച് ഇല്ലാത്ത ഒരു അസ്ഥികൾക്കൊന്നും ഒടിവില്ല. എന്നിട്ട് അവർ പറഞ്ഞു നിൻ്റെ ചെസ്റ്റിനകത്ത് ഞങ്ങൾക്കൊരു കളക്ഷൻ കാണുന്നുണ്ട്. എൻ്റെ ചെസ്റ്റിൻ്റെ ഞങ്ങൾ എക്സ്റേ എടുത്തു, അതിനകത്തൊരു കളക്ഷൻ കാണുന്നുണ്ട്. അത് ബ്ലഡ് ആണോ വെള്ളമാണോ എന്തുവാണെന്ന് അറിയത്തില്ല, പക്ഷേ ഒരു കളക്ഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ട്, അത് ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അന്നേരം ഡോക്ടർ പറഞ്ഞു, ഞാൻ ഡോക്ടറിനെ കണ്ടു അന്ന് രാത്രി തന്നെ. അന്നേരം ഞാൻ ഡോക്ടറിനോട് ഇത് റിപ്പോർട്ടെല്ലാം അയച്ചപ്പം ഡോക്ടർ പറഞ്ഞു നാളെ രാവിലെ നിൻ്റെ കാലിൻ്റെ സർജറി ചെയ്യുന്നതിന് മുമ്പേ നിൻ്റെ ഈ സംഭവം ഈ ലങ്സിൻ്റെ കാര്യം ക്ലിയർ ചെയ്യണം. കാരണം ലങ്സിനകത്ത് എന്തെങ്കിലും ബാധിച്ചാൽ നിനക്ക് ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ടാവും. കാരണം നിനക്ക് ചെസ്റ്റ് പെയിൻ അത്രയുമാണ്. ഇപ്പോൾ ഞാൻ പേടിച്ചു, കാരണം അത് സ്ട്രോക്ക് വരാനുള്ള പേടിയാണോ പാനിക് അറ്റാക്ക് വരാനുള്ളൊരു ഇതാണോ എന്നുള്ള മൈൻഡിലൊരു ചിന്താഗതി. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു ഓക്കെ എന്തായാലും അത് ആദ്യം ചെയ്തിട്ട് പിന്നെ നമുക്ക് കാലിൽ ചെയ്യാം. അന്നേരം പുള്ളി പറഞ്ഞു ഓക്കെ നാളെ രാവിലെ നമുക്ക് ആദ്യം കഴുത്തിൻ്റെ ഇവിടുന്ന് ഒരു ഹോൾ ഇടും, ഇവിടുന്ന് ഹോൾ ഇട്ടിട്ട് അകത്തൊരു വാക്യൂം ക്ലീനർ പോലത്തെ ഒരു പൈപ്പ് ഇട്ടിട്ട് ആ സംഭവം വലിച്ചെടുക്കും. ആദ്യം ക്യാമറ ഇട്ട് നോക്കും അത് എന്തുവാ എങ്ങനെ എന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ച് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു ഓക്കെ ഫസ്റ്റ് സർജറി അതാണല്ലോ ഓക്കെ. അടുത്ത ദിവസം രാവിലെ എന്നെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. ഡോക്ടറിനോട് പറഞ്ഞു നിൻ്റെ സർജറി ഞങ്ങൾ ചെയ്യാൻ പോവാണ്, ഫസ്റ്റ് സർജറി ഞങ്ങളുടെ കാലിൽ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് ഡോക്ടറെ ഇന്നലെ രാത്രി നമ്മൾ സംസാരിച്ചപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു നിൻ്റെ ചെസ്റ്റിൻ്റെ ലങ്സിൻ്റെ അവിടുത്തെ കളക്ഷൻ ക്ലിയർ ചെയ്യണം, അതിൻ്റെ സർജറിയാണ് ആദ്യം ചെയ്യുന്നത്. അന്നേരം ഡോക്ടറിനോട് പറഞ്ഞു അതിലൊരു ചേഞ്ച് ഉണ്ട്. ഇന്നലെ രാത്രി എടുത്ത റിപ്പോർട്ടും ഇന്ന് രാവിലെ ഞങ്ങൾ ഒന്നും കൂടി നിൻ്റെ ഇത് എടുത്തായിരുന്നു. ആ റിപ്പോർട്ടിൽ ഒരു ഇൻഫെക്ഷൻ്റെ, അപ്പോൾ അത് ഇപ്പം നമ്മൾക്ക് അവോയ്ഡ് ചെയ്യേണ്ടി വരുന്നു. നിനക്ക് ചെസ്റ്റ് പെയിനും ഇനി കാണത്തില്ല, അത് നോർമൽ മെഡിക്കേഷൻ ത്രൂ ശരിയായിക്കോളും. ആ സമയത്താണ് ദൈവം എന്നോട് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഞാനൊരു അടയാളം ചോദിച്ചായിരുന്നല്ലോ ദൈവത്തോട്, ആ ഒരു അടയാളം ദൈവം എനിക്ക് ആ സമയത്ത് തന്നു. ആ സമയം മുതൽ ദൈവം എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് എൻ്റെ മനസ്സിൽ തന്നുകൊണ്ടിരുന്നു, നീ ഇനിയും മരിക്കാൻ പോകുന്നില്ല, നീ എങ്ങനെയും ജീവനോടെ ഇരിക്കും. ആ സമയത്തൊക്കെ എനിക്ക് ദൈവം തന്നൊരു വാക്യമായിരുന്നു. അന്ന് ആ സമയത്ത് ഷിബു പാസ്റ്റർ എന്നെ കാണാൻ വന്നപ്പോൾ ഒരു വാക്യം പറഞ്ഞു, സാംസ് 118:17, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ആ വാക്യമാണ് എന്നെ എപ്പോഴും അത് കഴിഞ്ഞിട്ടുള്ള സർജറീസിലും എല്ലാ കാര്യങ്ങളിലും എന്നെ ബലപ്പെടുത്തിയത്. ഇപ്പോഴും ഞാൻ എവിടെ പോയാലും ആ വാക്യം എപ്പോഴും എൻ്റെ മനസ്സിൽ കാണും. കാരണം അത്രയ്ക്കും ഡീപ്പായിട്ടുള്ള ഒരു പവർഫുള്ളായിട്ടൊരു വേർഡാണത്. അത് കഴിഞ്ഞിട്ട് അവരെൻ്റെ ഫസ്റ്റ് സർജറി ഫുൾ ഓപ്പൺ ചെയ്ത് കാൽ മൊത്തം ക്ലീൻ ചെയ്ത് എന്നെ ICUവിൽ പിന്നെയും കൊണ്ട് ICU വാർഡിൽ കൊണ്ടാക്കി. അടുത്ത ദിവസം ഡോക്ടർ ഒരു അസിസ്റ്റൻറ്റ് ഡോക്ടറിനെ വിട്ടിട്ട് പറഞ്ഞു ഇവൻ്റെ കാല് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം, കാരണം ഇൻഫെക്ഷൻ ഇനിയും കൂടാൻ പാടില്ല. അന്നേരം ഡ്രസ്സിങ് ചെയ്യാൻ എന്നോട് പറഞ്ഞു. അന്നേരം ആ ഡോക്ടർ എന്നോട് പറഞ്ഞു നിൻ്റെ കാല് ഞങ്ങളിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോവുക, കെട്ടി വെച്ചേക്കുന്ന കാല് മൊത്തം ഓപ്പൺ ചെയ്ത് ഞങ്ങൾ അതിനെ ക്ലീൻ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി. കാരണം നോർമൽ എനിക്ക് ആ കാല് തൊടുമ്പോൾ തന്നെ എനിക്ക് നല്ല വേദന ഉണ്ട്, കാരണം എല്ലാം മുറിച്ച് കളഞ്ഞേക്കോ, മൊത്തം വെട്ടി വെച്ചേക്കുമല്ലേ. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് അൺകോൺഷ്യസ് ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് തൊടുമ്പോൾ തന്നെ നല്ല വേദന, നിങ്ങളിത് തുറക്കുമ്പം എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും, എന്നെക്കൊണ്ട് പറ്റില്ല. പക്ഷേ പുള്ളി പറഞ്ഞു ഇല്ല എന്തായാലും നമുക്ക് ചെയ്യേണ്ടി വരും. അന്നേരം പിന്നെ എന്തോ എന്നോട് ദൈവം സംസാരിച്ചു, നീ എന്തായാലും ഓക്കെ സമ്മതിക്കുക. ഞാൻ സമ്മതിച്ചിട്ട് പുള്ളിയോട് പറഞ്ഞു ഓക്കെ ചെയ്തോളാൻ പറഞ്ഞു. എന്നിട്ട് ഇവർ ഡോക്ടറും നേഴ്സസും എല്ലാവരും വന്നു. ഡോക്ടറാണ് മെയിൻ നിൽക്കുന്നത്, നേഴ്സസും ഫീമെയിലും മെയിൽ നേഴ്സസ് എല്ലാവരും വന്ന് എൻ്റെ കൈയും കാലും എല്ലാവരും അവർ പിടിച്ചു വെച്ചോ, കാരണം ഞാൻ അനങ്ങാൻ പാടില്ല, കാരണം വേദന സഹിക്കണമല്ലോ. ആ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ പുള്ളി കാൽ ഓപ്പൺ ചെയ്യുകയും അതിനകത്തോട് ഹൈഡ്രോജൻ പെറോക്സൈഡ് ഓരോരോ ലിറ്റർ ഇങ്ങനെ ഇടുമ്പം ആ ഉള്ളൊരു വേദന എനിക്ക് ഇപ്പം തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല, ഓർക്കാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്കും വേദനയായിരുന്നു. ആ ICUക്കകത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ലൗഡായിട്ട് ഷൗട്ട് ചെയ്തിട്ട് കരഞ്ഞിട്ടില്ല. പക്ഷേ ആ സമയത്തൊക്കെ ICUവിനകത്ത് ഫുള്ള് എൻ്റെ വോളിയം മാത്രമേ ഉള്ളൂ, എൻ്റെ വോയിസ് മാത്രമേ ഉള്ളൂ, കാരണം അത്രയ്ക്കും വേദനയാണ് ഇതെല്ലാം തുറക്കുമ്പം. അത് കഴിഞ്ഞിട്ട് ഓരോരോ സർജറി ഡോക്ടറിനോട് പറഞ്ഞു നിങ്ങൾക്ക് സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്യണം, സ്കിൻ ഡോണറിനെ നമുക്ക് കണ്ടുപിടിക്കണം, സ്കിൻ ഡോണർ കണ്ടുപിടിച്ചിട്ട് നമുക്ക് നിൻ്റെ സ്കിൻ ഗ്രാഫ്റ്റിങ്ങിനുള്ള പരിപാടികളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. പുള്ളി ആദ്യം പറഞ്ഞു എൻ്റെ പേരൻസിനോട് സംസാരിച്ചിട്ട് അവർ എൻ്റെ ചേച്ചിയോടൊക്കെ സംസാരിച്ചിട്ട് പറഞ്ഞു ഇവൻ്റെ മദറിൻ്റെ സ്കിന്ന് നമുക്ക് ഡോണറായിട്ട് കിട്ടുവാണെങ്കിൽ ഇവൻ്റെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം.
അപ്പോൾ മമ്മിയോടെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ മമ്മി സമ്മതിച്ചു. മമ്മി പറഞ്ഞു ഓക്കെ, ഞാൻ സ്കിൻ കൊടുക്കാൻ റെഡിയാണ്, എൻ്റെ ബോഡിയിലേക്കല്ലേ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നെ ഡോക്ടർ അത് ഒരു അവരുടെ ഡിസ്കഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഇല്ല, മദറിൻ്റെ സ്കിന്ന് ചിലപ്പോൾ ഇവന് മാച്ച് ആവത്തില്ല. കാരണം ഫീമെയിലിൻ്റെ സ്കിന്നും ഒരു മെയിലിൻ്റെ സ്കിന്നും രണ്ടും വേറെ വേറെ ടോണാണ്, അതിൻ്റെ പാറ്റേൺ വേറെ ആണ്. അപ്പോൾ അതിന് നമുക്കൊരു കാര്യം ചെയ്യാം, ഇവൻ്റെ ബോഡിയിൽ തന്നെ നമുക്ക് റൈറ്റ് സൈഡ് ഇവൻ്റെ ഫുൾ ആക്റ്റീവാണ്. അപ്പോൾ റൈറ്റ് സൈഡിലെ കാലിൻ്റെയും കൈയുടെ വേണമെങ്കിൽ നമുക്ക് കൈയുടെയും എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെയും ഭാരപ്പെടുക. ഒന്നാമത് ഒരു സൈഡിൽ വേദനയാണ്, അത് കഴിഞ്ഞിട്ട് പിന്നെയും റൈറ്റ് സൈഡിലോട്ട് ഇവർ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ സ്കിൻ എടുക്കുമെന്ന് പറഞ്ഞാൽ, സ്കിൻ എടുക്കുന്നതെന്ന് വെച്ചാൽ സാധാരണ ഒരു കാര്യമല്ല, അത് നല്ല നീറ്റലും അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ റിക്കവറി ആയി വരുന്നെങ്കിൽ ഒരു ഭയങ്കര പാടുള്ള കാര്യം. അപ്പോൾ എന്നാലും ആ സമയത്ത് ദൈവം എനിക്കൊരു കോൺഫിഡൻസ് തരുന്നുണ്ട്, ഇത്രയും നടത്തിയല്ലോ, ഇനിയും ഞാൻ നടത്തുമെന്നുള്ള ഒരു ദൈവത്തിൻ്റെ ഒരു പ്രേരണ എൻ്റെ മനസ്സിൽ. ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു ഓക്കെ, റെഡിയാ, നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരു സർജറി, 2 സർജറി, 3 സർജറി, 6 സർജറി, അങ്ങനെ ഓരോ സർജറി ചെയ്ത് വന്ന് ഇവർ ഗ്രാഫ്റ്റിംഗ് മൊത്തം കാലിൻ്റെ സ്കിൻ മൊത്തം എടുത്ത് ഈ കാലിൽ ഓരോരോ പാർട്സാണ്, കുറച്ച് തൈസ് വരെ എടുക്കും, പിന്നെ ഇവിടുന്ന്, പിന്നെ മുട്ടിൻ്റെ താഴെ നിന്ന് എടുക്കും, പിന്നെ കാഫ് സൈഡിൽ നിന്ന് എടുക്കും, പിന്നെ ഏറ്റവും താഴെ നമ്മൾ ചെരുപ്പിടുന്ന ഭാഗം അവിടെ നിന്ന് എല്ലാം എടുത്തിട്ടാണ് ഇവിടെ ഒട്ടിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിലെല്ലാം വേറെ ഒരു പ്രവൃത്തിയും കൂടെ ദൈവം ചെയ്ത് കാണിച്ചു. അന്ന് ആ ഡോക്ടർ പറഞ്ഞായിരുന്നു, വേറെ ഹോസ്പിറ്റലിൽ പറഞ്ഞായിരുന്നു, അവർ കാൽ മുറിക്കേണ്ടി വരുമെന്ന് പറഞ്ഞായിരുന്നു. കാരണം ഇൻഫെക്ഷൻ മേളിലോട്ട് കയറുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ആ സമയങ്ങളിൽ എനിക്ക് ഇൻഫെക്ഷൻ മേളിലോട്ടല്ല കയറുന്നത്, എൻ്റെ മുട്ടിന് താഴെ ചെരുപ്പിടുന്ന ഭാഗത്തും പിന്നെ നമ്മുടെ ഈ ഭാഗം ആ ഭാഗത്താണ് ഈ ഇൻഫെക്ഷൻ താഴോട്ട് പോകുന്നത്. ആ ഭാഗം മുറിച്ച് കളയേണ്ടി വന്നു, കാരണം ഇൻഫെക്ഷൻ അവിടെ വരെ പോയായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ദൈവത്തോടെ ഞാൻ സ്തുതി പറയുവാണ്, കാരണം എനിക്ക് ഇൻഫെക്ഷൻ മേളിലോട്ട് കയറാതെ അത് താഴോട്ട് പോയി. കാരണം താഴോട്ട് പോയാൽ പ്രശ്നമില്ല, മേളിലോട്ട് വരുവാണെങ്കിലാണ് കൂടുതലും സീരിയസ് ആയി അപകടമായി ഇരിക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ദൈവപ്രവൃത്തി കാണുവാനിടയായി. അങ്ങനെ കുറേ സർജറീസ് നടത്തി. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, എൻ്റെ ആനൽ ഹോളിൻ്റെ സൈഡിലെ ഡീപ്പ് വരെ ഇത് പോയിട്ടുണ്ട്, ഇഞ്ചുറി പോയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നീ സ്റ്റൂൾ പാസ് ചെയ്യുവാണെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ പിന്നെയും ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിനക്ക് കൊളസ്ട്രോമി ബാഗ് വെക്കേണ്ട ആവശ്യം വരുമെന്ന് പറഞ്ഞു. കൊളസ്ട്രോമി ബാഗ് എന്ന് വെച്ചാൽ വയറിൻ്റെ അവിടുന്ന് ഒരു ചെറിയൊരു മുറിവ് ഇട്ടിട്ട് നമ്മുടെ വലിയ കുടൽ, ലാർജ് ഇൻറ്റസ്റ്റൈൻ അവിടുന്ന് വെളിയിലെടുത്തിട്ട് അതിലൊരു ബാഗിൽ അറ്റാച്ച് ചെയ്യും. ആ ബാഗിലോട്ടാണ് പിന്നെ മോഷൻ പാസ് ആവുന്നത്. അന്നേരം ആ ട്രീറ്റ്മെൻറ്റും കൂടി അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഒരു സർജറി അതിനു വേണ്ടി പോയി. കാരണം എൻ്റെ ആനൽ ഹോൾ അവർ ക്ലോസ് ചെയ്തിട്ട് വയറിൽ നിന്നും കൊളസ്ട്രോമി ബാഗ് ഇട്ടിട്ട്, ആ കൊളസ്ട്രോമി ബാഗ് എനിക്ക് എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് 4 മാസം വരെ വെക്കേണ്ടി വന്നു. കാരണം ആ താഴത്തെ ഭാഗം അവിടെ എയർ അത്രയും എളുപ്പമൊന്നും പോകത്തില്ല, ഉണങ്ങാനും പ്രയാസമാണ്. കാരണം നമ്മൾ നേരെയാണ് കിടക്കുന്നത്, തിരിഞ്ഞ് കിടക്കാനും പറ്റത്തില്ല ഉണങ്ങാൻ, കാരണം അത്രയ്ക്കും ഡീപ്പായിട്ടുള്ള ഇഞ്ചുറീസാണ്. എനിക്ക് തിരിഞ്ഞ് കിടക്കാൻ പോലും പറ്റത്തില്ല, കാൽ അനക്കാനും പാടില്ല, കാരണം സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്തതാണ്. അപ്പോൾ ആ ഭാഗമൊക്കെ ഉണങ്ങാൻ 4 മാസം സമയം എടുത്തു. കാരണം അത്രയ്ക്കും ഡീപ്പായിട്ടുള്ള വൂൺസ് ആയിരുന്നു. പിന്നെ അതിൽ ഡ്രസ്സിങ് ചെയ്യാനും എപ്പോഴും ഡ്രസ്സിങ് ചെയ്തുകൊണ്ടിരിക്കണം, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം, കാരണം അത് ഇൻഫെക്ഷൻ ആവാൻ പിന്നെയും പാടില്ല. ആ സമയങ്ങളെല്ലാം ഫുൾ കാല് എൻ്റെ ഇൻഫെക്റ്റഡായി ഉള്ള കാലിനകത്ത് നല്ല സ്മെല്ലായിരുന്നു വരുന്നത്. കാരണം ഇത് ഉണങ്ങി വരുമ്പോഴും അതിനകത്ത് വെള്ളം ചാടുകയും പഴുപ്പ് ചാടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഭയങ്കര സ്മെല്ലായിരുന്നു. ആ സ്മെല്ലെന്ന് വെച്ചാൽ 2 മാസം എൻ്റെ വാർഡിലും എൻ്റെ റൂമിൽ ആരെയും കേട്ടത്തില്ലായിരുന്നു. ഗസ്റ്റ് വരുവാണെങ്കിൽ ഞങ്ങൾ താഴെ പോയി എൻ്റെ പേരൻസും ചേച്ചി എല്ലാവരും പോയി താഴെ പോയി കണ്ടിട്ട് അവരോട് അവിടെ നിന്ന് പറഞ്ഞ് വിടത്തുള്ളൂ, മുകളിലോട്ട് വരാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ആ സമയത്തൊക്കെ ഡാഡിക്കാണെങ്കിൽ ദിവസം ഒരു 7-8 പ്രാവശ്യമെങ്കിലും ഡാഡി വോമിറ്റ് ചെയ്യുമായിരുന്നു. രാത്രി 4 മണിക്കൊക്കെ എന്നിട്ട് വോമിറ്റ് ചെയ്യുമായിരുന്നു. കാരണം അത്രയ്ക്കും ബാഡ് സ്മെല്ലായിരുന്നു ഈ കാലിൽ നിന്ന് ആ റൂമിനകത്ത് വരുന്നത്. ആ റൂമിലോട്ടൊരു നേഴ്സ് വരുമ്പം തന്നെ അവരുടെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർക്ക് സ്മെല്ല് ഭയങ്കരമായിട്ടും എഫക്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട്. അവരും അതെ, അവർ 2 മിനിറ്റ് വരും, ഒറ്റ അടിക്ക് അവർ എന്നെ കണ്ടിട്ട് അവിടുന്ന് സ്ഥലം വിടുക. കാരണം ആ സ്മെല്ല് ആർക്കും സഹിക്കാൻ വയ്യാത്തൊരു സ്മെല്ലാണ്. പക്ഷേ ആ സമയങ്ങളെല്ലാം ദൈവം ആ കാലിനെ പുതുക്കിക്കൊണ്ട് വരുമായിരുന്നു എന്നുള്ള ഒരു അനുഭവം എനിക്ക് ദൈവം തന്നു. കാരണം ഡേ ബൈ ഡേ ഇൻഫെക്ഷൻ്റെ ലിമിറ്റ് കുറഞ്ഞുകൊണ്ടിരുന്നു. അത് ഡേ ബൈ ഡേ ക്ലീനിങ് ചെയ്ത് ഡ്രസ്സിങ് ചെയ്ത് അത് മൊത്തം ക്ലിയറായി വന്നു. അങ്ങനെ ഓരോരോ ദിവസങ്ങൾ ദൈവം എന്നെ അതിൽ നിന്നും വിടുവിച്ചു. പിന്നെ എനിക്ക് സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നതിന് മുമ്പേ കയ്യിലെല്ലാം സലൈൻ കൊടുക്കുന്നത്, ഇവിടുന്ന് ലെഗ് സൈഡിൽ ഇവിടുന്ന് 3 സലൈനും ഇവിടുത്തെ റൈറ്റ് സൈഡിൽ 3 സലൈൻ, അങ്ങനെ 6 എടുത്തു നിന്നാണ് 6 മരുന്നുകൾ ഒരുമിച്ച് എൻ്റെ അകത്തോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം അത്രയ്ക്കും വേദന സഹിക്കാനുള്ള മെഡിസിൻസാണ് എൻ്റെ അകത്ത് പോകുന്നത്. പിന്നെ കഴിക്കാനൊന്നും പറ്റത്തില്ല, കാരണം മാക്സിമം ടൈം ഉപവാസം എന്ന് വെച്ചാൽ നമുക്ക് ഒരു സർജറിക്ക് മുമ്പ് 6 മണിക്കൂർ 8 മണിക്കൂർ വയറ്റിനകത്തൊന്നും വെള്ളവും പോലും പോകാൻ പാടില്ല. അങ്ങനെ ആ സമയത്ത്
ഉപസിക്കാൻ പഠിച്ചു. കാരണം അത് കഴിഞ്ഞ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ആണെങ്കിൽ എനിക്ക് വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ടെന്ന് വെച്ചാൽ ഞാൻ കെഞ്ചിയിട്ടുണ്ട് ഡോക്ടറിൻ്റെ അടുത്തേക്ക്. അന്നേരം ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുമ്പോൾ അവരെനിക്ക് വെള്ളമല്ല തരുന്നത്, സലൈൻ എൻ്റെ ഹോളിട്ടിട്ട് വായിക്കകത്തോട്ട് കുറച്ച് ഒന്ന് നനയാൻ വേണ്ടി മാത്രം സലൈൻ ഒന്ന് പ്രഷറാക്കി എൻ്റെ വായിക്കകത്ത് ഇട്ട് തരും. കാരണം അത്രയ്ക്കും കെഞ്ചുമായിരുന്നു ഞാൻ ഡോക്ടറിനോട്, ഡോക്ടർ എനിക്ക് കുറച്ചെങ്കിലും വെള്ളം തന്നെ, എനിക്ക് ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് സംസാരിക്കാൻ പോലും വയ്യ, എൻ്റെ ലിപ്സൊക്കെ ഒട്ടി ഒരു പരുവായി. അങ്ങനെ ഓരോരോ സർജറികൾ ദൈവം എന്നെ അതിൽ നിന്നും വിടുവിച്ചു. അത് കഴിഞ്ഞിട്ട് സ്കിൻ ഗ്രാഫ്റ്റിംഗ് മൊത്തം ചെയ്തു. സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് വന്ന് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ 240 സ്റ്റേപ്പിൾസ് എൻ്റെ കാലിലുണ്ട്. 240 സ്റ്റേപ്പിൾസ്. അതുകൊണ്ടാണ് എൻ്റെ കാൽ മൊത്തം അവർ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. പിന്നെ നോർമൽ നൈലോൺ സ്റ്റിച്ചസും ഉണ്ട്, അത് ഒരു 90 സ്റ്റിച്ചസ് ഉണ്ട്. 90 സ്റ്റിച്ചസ് പ്ലസ് 240 സ്റ്റേപ്പിൾസ്. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലും ദൈവം എന്നെ കൊണ്ടുപോയി. ശരീരഭാഗത്തിൻ്റെയൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ചിത്രങ്ങൾ കണ്ടവർക്ക് അത് വളരെ ഭയാനകരമായിട്ടുള്ള കാഴ്ച. ആദ്യത്തെ വ്യക്തിയും ഇപ്പോഴും തമ്മിലുള്ള മാറ്റം, നമ്മൾ വേദപുസ്തകത്തിൽ ലാസറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പോലെ മരണകരമായ ഒരു അനുഭവത്തിൽ നിന്ന് ജീവനോടെ ദൈവം കൊണ്ടുവന്ന് ഇരുത്തിയതുപോലുള്ളൊരു അനുഭവം. തീർച്ചയായിട്ടും പിന്നത്തെ അനുഭവം അല്ലെങ്കിൽ തീരുമാനങ്ങളൊക്കെ എന്താണ് ദൈവസന്നിധിയിൽ എടുത്തത്, നമ്മൾ അതിലേക്ക് വരാം. ദീർഘവർഷങ്ങളായിട്ട് പപ്പായിൽ നിന്ന് ശ്രവിക്കാം. വടക്കേ ഇന്ത്യയിലെ മിഷണറി വേലയിലാണ് കർത്താവിൻ്റെ ദാസൻ ജോസ്മോൻ പാസ്റ്റർ. അതിൻ്റെ കുടുംബത്തെ പറ്റിയും ദൈവമക്കളുടെ സപ്പോർട്ടും പ്രാർത്ഥനകളും ലോകമെമ്പാടും എത്രത്തോളം ഈ ഒരു ക്രൈസിസ് എന്നെ അതിജീവിക്കാനായിട്ട് കർത്താവിൻ്റെ ദാസൻ്റെ കുടുംബത്തെ സഹായിച്ചു എന്നുള്ള ചുരുക്കി പറയാമോ? ഞാൻ പൂന പട്ടണത്തിൽ ഏകദേശം 1989 മുതലുണ്ട്. കഴിഞ്ഞ 20 വർഷമായിട്ട് ദൈവത്തിൻ്റെ വേലയിൽ വ്യാപൃതനായിരിക്കുന്നു. പല ചർച്ചകളിലായിട്ട് പല പുതിയ ചർച്ചകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഒക്കെ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. കൂട്ടത്തിൽ എനിക്ക് 2 മക്കളെ തന്നു. ഒന്ന് ജെയ്സൺ, മൂത്ത മകള് ബ്ലസ്സി. ബ്ലസ്സിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ജെയ്സൺ ജോലിയൊക്കെ ചെയ്തിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയങ്ങളിലാണ് അവൻ തീരുമാനമെടുത്തത്. അങ്ങനെ തീരുമാനമെടുത്തതിന് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. എന്നാൽ ഒത്തിരി ചോദ്യചിഹ്നങ്ങൾ ജെയ്സൺ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. കാരണം സുവിശേഷ വേലയോട് വേല ചെയ്യുന്നതിൽ അഥവാ ചെയ്യിപ്പിക്കുന്നതിൽ എനിക്ക് വളരെ ചുരുക്കമായിട്ടുള്ള ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ അവനോട് നേരത്തെ പറഞ്ഞതുമാണ്. ഞാൻ പറയും സുവിശേഷ വേല ചെയ്തു, പക്ഷേ ജോലിയോടുള്ള ബന്ധത്തിൽ ചെയ്തുകൊള്ളണം, അങ്ങനെ ഒരു ഡിമാൻഡ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ലാസ്റ്റിൽ അവൻ തന്നെ തീരുമാനമെടുത്തു, ഞാൻ ദൈവവേലയ്ക്ക് പോവുക, ഇനി ആരെതിർത്താലും ഞാൻ ദൈവവേലയ്ക്ക് പോകും. അങ്ങനെ തീരുമാനമെടുത്താണ് എക്സൽ മിനിസ്ട്രിയോട് ചേർന്ന് പോകാമെന്നുള്ള പ്ലാൻ ചെയ്ത് അവന് റിസർവേഷനൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. എന്തായാലും സ്വർഗത്തിലെ ദൈവം ആ ഇൻസിഡൻറ്റൊക്കെ ഉണ്ടായി. എന്നാൽ എനിക്ക് എൻ്റെ ക്വസ്റ്റ്യൻ മാർക്ക്, എൻ്റെ ചോദ്യചിഹ്നത്തിനെല്ലാം ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ആൻസർ ദൈവം തരുവാനത്തിനും ഇടയായി തീർന്നു. കാരണം മുറിവ് കിട്ടുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് ഞാനെന്നുള്ള കാര്യം. പ്ലസ് അവൻ സുവിശേഷ വേലയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവനൊരു സ്വയമായിട്ടൊരു അനുഭവം, ഒരു സാക്ഷ്യമുണ്ടായിരിക്കണം. അത് ദൈവത്തിൻ്റെ വേലയ്ക്ക് വളരെ അനുഗ്രഹപ്രദമായി തീരും. ഇത്യാദി കാര്യങ്ങളിൽ കൂടി എന്നെ ദൈവം കടത്തിക്കൊണ്ടുപോയി. അപ്പോഴാണ് എനിക്ക് ക്ലിയറായിട്ട് എനിക്ക് മനസ്സിലാകുവാൻ ഇടയായത് ഇത് ദൈവത്താൽ സംഭവിച്ചു. കാരണം ആ ഹോസ്പിറ്റലിലുള്ള ചിലവ് ഓരോ ദിവസം 4 മണിയാകുമ്പോൾ പറയും ഇന്ന് 2 ലക്ഷം രൂപ അടയ്ക്ക്, 1,40,000 അടയ്ക്ക്. അങ്ങനെ അവർ പറയുമ്പോഴൊക്കെയും വളരെ ഭാരപ്പെട്ടു. എന്നാൽ അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് അതിന് വേണ്ടുന്ന ബന്ധവസ് അക്കൗണ്ടിൽ വരും. അത് പൂന പട്ടണത്തിലുള്ള ദൈവദാസന്മാരും ദൈവസഭയും പ്ലസ് ഇന്ത്യക്കകത്തും പുറത്തും അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന് തന്നെ വളരെ കൂടുതൽ സഹായം അവിടെ നിന്നാണ് എനിക്ക് കിട്ടുവാൻ ഇടയായിത്തീർന്നത്. ഞങ്ങളുടെ ഡിസ്ട്രിക്ട് പാസ്റ്റർ ബാബു തങ്കച്ചൻ, ഞങ്ങളുടെ ഓവർസിയർ പാസ്റ്റർ ബെന്നിസൺ മത്തായി, ഇവരുടെ എല്ലാം സഹായം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അവരുടെ എല്ലാം സപ്പോർട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഈവൻ പാകിസ്ഥാനിലുള്ള ഒരു സഹോദരി വരെ രാത്രിയിൽ 3 മണിക്ക് വിളിക്കുകയും അവർ വേണ്ടുന്ന സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അവർ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും, ന്യൂയോർക്കിൽ നിന്ന് വിളിച്ചു. അങ്ങനെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ദൈവമക്കളും അല്ലാത്തവരും വിളിച്ച് കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അതിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുവാൻ തക്കോണം ഇടയായി തീർന്നു. പ്ലസ് ഞങ്ങൾ താമസിക്കുന്ന ആ സ്ഥലത്തുള്ള മലയാളി സമാജം, അതിൻ്റെ ആ ഭാഗങ്ങളിലുള്ള മാർത്തോമ ചർച്ച്, കാത്തോലിക് ചർച്ച്, മറ്റ് ചർച്ചുകളിൽ നിന്നെല്ലാം സപ്പോർട്ട് ഭവനത്തിൽ വന്ന് കൊടുക്കും. എന്നിട്ട് ഞാൻ പിന്നെ ഇടയ്ക്ക് പോയി അത് കളക്ട് ചെയ്താണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ എല്ലാവരിൽ നിന്നും വളരെ സപ്പോർട്ട്. ഈവൻ ഹിന്ദു ഫാമിലിയിൽ നിന്നുള്ള സഹോദരിമാരെന്നെ വിളിച്ചിട്ട്
പറയുവാൻ പാസ്റ്റർ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഞങ്ങളും ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആശംസാ വാക്കുകളൊക്കെ ഇടയ്ക്ക് കിട്ടുവാൻ ഞാൻ ആ സമയങ്ങളെല്ലാം വളരെ ഭാരപ്പെട്ട് ഞാൻ തളർന്നിരിക്കുന്ന സമയമാണ്. പക്ഷേങ്കിൽ ഇവരുടെ എല്ലാം ഈ ഫോണും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കൊന്നുകൂടെ ഉത്തേജനം കിട്ടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ കൂടുതലായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുകയും ആ ഹോസ്പിറ്റലിൽ അടുത്ത ദിവസം ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പണം അടയ്ക്കണം, എങ്കിലേ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റത്തുള്ളൂ. അതായത് ആ സമയമാകുമ്പോൾ തക്ക സമയത്ത് ശീഘ്രത്തിൽ പ്രവർത്തിക്കുമെന്ന് പറയുന്നതല്ല, രാത്രി അക്കൗണ്ടിൽ പൈസ വന്നിരിക്കും. അങ്ങനെ ലക്ഷങ്ങൾ അവിടെ മുടക്കുവാനൊക്കെ തീർന്നു. ഏകദേശം 55.5 ലക്ഷം രൂപയോളം ഹോസ്പിറ്റലിൽ 2 ഹോസ്പിറ്റലുമായിട്ട് ചിലവാക്കുവാനൊക്കെ തീർന്നു. എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലായിരുന്നു. ദൈവമക്കളുടെ സഹായവും ദൈവത്തിൻ്റെ പ്രവൃത്തിയുമാണ് അതിൻ്റെ പിന്നിൽ അതിന് കാരണമായി തീർന്നത്. ദൈവം ഹല്ലേലൂയ ഞങ്ങളോട് ചെയ്ത ആ കരുണയ്ക്കായിട്ട് സ്തോത്രം. പ്ലസ് ദൈവമക്കളും മറ്റിതര ജാതികാർ മറ്റെല്ലാ ആൾക്കാരും ചെയ്ത എല്ലാ സപ്പോർട്ടിനുമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അവരോടുള്ള നന്ദിയെ പ്രത്യേകം അറിയിക്കുകയും ചെയ്യുന്നു. വീണ്ടും ദൈവവേലയ്ക്ക് വേണ്ടി ജേസൺ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഈ ജൂൺ മാസത്തിൽ മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാറിയിൽ പോകാനായിട്ട് ആഗ്രഹിച്ചായിരിക്കും. 4 വർഷത്തെ ബിഡി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവവേലയിൽ മുന്നോട്ട് പോകുവാനും ആഗ്രഹിക്കുന്നു. എനിക്ക് ചെയ്യാൻ കഴിയാഞ്ഞത് ജേസനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുമെന്നുള്ള ഒരു വിശ്വാസം ഇന്നുകൊണ്ട് എനിക്ക് ഉണ്ട്. അത് ദൈവം ചെയ്യിപ്പിക്കുമാറാകട്ടെ. അതിലേക്ക് നിങ്ങളെല്ലാവരുടെയും സഹായവും പ്രാർത്ഥനയും ഞാൻ അഭ്യർത്ഥിക്കുന്ന. പ്രത്യേക എക്സൽ മിനിസ്ട്രിയോടുള്ള പ്രത്യേക നന്ദിയും ഇത്തരണത്തിൽ ഞാൻ അറിയിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഓക്കെ, ജെയ്സന് സമാനമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നവരൊക്കെ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നവരായിട്ടുണ്ടായേക്കാം. ഒരു പ്രത്യാശയും പ്രതീക്ഷയും ഇല്ല എന്നുള്ള രീതിയിൽ അപകടങ്ങളിൽപ്പെട്ടവരും അങ്ങനെയൊക്കെ. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിൽ അവർക്ക് കൊടുക്കാൻ സന്ദേശം ജെയ്സൺ അവസാന വാക്കുകളായിട്ട് പറയാമോ? തീർച്ചയായിട്ടും ആരംഭത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ യോബിൻ്റെ ജീവിതത്തിലെ പിന്നത്തെ അനുഭവത്തെ ആദ്യത്തേതിനേക്കാൾ ദൈവം ഇരട്ടിയായി അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ വലിയൊരു പർപ്പസ് അതിൻ്റെ പിന്നിലുണ്ട്. എന്താണ് കൊടുക്കാനുള്ള അവസാനമായിട്ട് യുവജനങ്ങൾക്കും സമാനമായ അനുഭവങ്ങൾ കൂടി പോകുന്നവർക്കും കൊടുക്കാനുള്ള സന്ദേശം? ഈ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ദൈവം എന്നെ അനേക സ്ഥാനത്തിൽ ദൈവം എന്നെ ഓരോരോ സിറ്റുവേഷനിൽ ദൈവം എനിക്ക് ഓരോരോ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. അതിനകത്ത് ഫസ്റ്റ് എന്ന് വെച്ചാൽ നെവർ ഗിവ് അപ്പ് ഇൻ യുവർ ലൈഫ്. കാരണം നമ്മൾ ഗിവ് അപ്പ് ചെയ്താൽ അത് ഡോക്ടറല്ല, മെഡിക്കൽ സയൻസ് അല്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവം പ്രവർത്തിക്കും, പക്ഷെ നമ്മൾക്കൊരു ഒരു സെൽഫ് കോൺഫിഡൻസ് വേണം. ആ ഒരു കാര്യം എന്നെ ദൈവം പഠിപ്പിച്ചു. പിന്നെ പേഷ്യൻസ്, അത് എനിക്ക് കൂടുതലുമായിട്ട് ഇതിനകത്ത് പഠിക്കാൻ കിട്ടി. കാരണം 3 മാസം ഒരു ഹോസ്പിറ്റലിനകത്ത് കിടക്കുകയെന്ന് വെച്ചാൽ അത് ഒരു കളിയല്ല. നോർമൽ ഒരു ഹ്യൂമൻ ബീങ്ങിന് അതൊരു കളിയല്ല ഞാൻ പറയുന്നത്. കാരണം മെയിൻ എന്ന് വെച്ചാൽ ഇതിനകത്ത് 3 മാസം എനിക്ക് കുളിക്കാൻ പോലും അവർ സമ്മതിച്ചിട്ടില്ല. 3 മാസം സ്കിന്നിലേക്ക് വെള്ളം പോലും തൊടിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അതൊക്കെ എങ്ങനെ ഞാൻ സഹിച്ചു എന്ന് എനിക്കറിയില്ല. എനിക്കാണെങ്കിൽ 2 പ്രാവശ്യമെങ്കിലും കുളിക്കണം ഒരു ദിവസം, അങ്ങനെയുള്ള ഒരാളാണ്. പക്ഷേ ആ സമയങ്ങളൊക്കെ ദൈവം എന്നെ പഠിപ്പിച്ചത് പേഷ്യൻസ്, വെയിറ്റ് അപ്പോൺ ദ ലോർഡ് പേഷ്യൻ്റ്ലി. അതാണ് എന്നെ ദൈവം പഠിപ്പിച്ചത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ദൈവം ഓരോരോ കാര്യങ്ങളിൽ നമുക്ക് ഓരോരോ അനുഭവങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ദൈവപ്രവർത്തി ഞാൻ പറഞ്ഞ പോലെ അടയാളങ്ങൾ, ദൈവത്തോട് നമുക്ക് ഒരു അടയാളങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. ദൈവം അത് സമയാസമയങ്ങളിൽ നമുക്ക് തരും. പിന്നെ യൂത്ത്സിനോട് എനിക്ക് പറയാനുള്ള കാര്യം, ഇപ്പം ഞങ്ങളാണെങ്കിൽ നോർമൽ സ്പീഡിലാണ് വണ്ടിയൊക്കെ ഓടിച്ചത്. ഞാൻ ഒത്തിരി ആൾക്കാരോട്, എൻ്റെ കൂട്ടുകാരോട്, അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ 1 മാസമൊക്കെ വണ്ടി ഓടിച്ചിട്ടില്ല. കാരണം എൻ്റെ അവസ്ഥ കണ്ടിട്ട് അവർ പേടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം, റൂൾസൊക്കെ ഫോളോ ചെയ്യുക. കാരണം അതൊക്കെ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ സ്പീഡിലല്ലാഞ്ഞിട്ടും ഒരാൾ വന്ന് ഇടിച്ചിട്ടും ഇത്ര വലിയൊരു അപകടം. പിന്നെ നമ്മൾ തന്നെ പോയി സ്പീഡിൽ പോയി ഇടിക്കുന്നതും വേറൊരു കാര്യമാണ്. അപ്പോൾ അതിലേക്ക് പിന്നെ നിങ്ങൾ ലൈഫിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലോട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വേണം അതിനോട് ഉറച്ചു നിൽക്കുക, അതിന് സ്റ്റിക്ക് ടു ദാറ്റ് പോയിൻറ്റ്. ഓറൽസ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടി ദൈവം നിങ്ങളെ കൊണ്ടുപോകും. കാരണം നിങ്ങൾ എത്ര പ്രയത്നം ചെയ്താലും ദൈവവിളി നിങ്ങളുടെ പിന്നിലുണ്ടെങ്കിൽ അത് തന്നെ നടക്കത്തുള്ളൂ. കാരണം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ദൈവം ഒറ്റയടിക്ക് ഇങ്ങനെ കാണിക്കില്ല, ആണ്ടേ ഇതാണ് നിൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് കാണിക്കത്തില്ല. നമുക്ക് ഓരോരോ അനുഭവങ്ങളിൽ കൂടി ജോസഫിൻ്റെ ലൈഫിൽ അവൻ ആ കിങ്ഡമിൽ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് കിങ്ഡം അല്ല കാണുന്നത്, അവൻ്റെ ഓരോരോ അനുഭവങ്ങൾ, അവൻ എങ്ങനെയാണ് അവിടെ വരെ എത്തിയെന്നുള്ളതാണ്. അങ്ങനെയാണ് പ്രോസസ്സാണത്. അപ്പോൾ ആ പ്രോസസ്സിൽ നിങ്ങൾക്ക് വിശ്വസിക്കണം. ആ വിശ്വാസമാണ് നിങ്ങൾക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസും നിങ്ങളുടെ ലൈഫിൽ അത് ഒരു ഉപയോഗപ്പെടുന്നതും. അതനുസരിച്ച് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു കാര്യവും ഫേസ് ചെയ്യാതെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ കാര്യമെല്ലാം നടത്തും. ദൈവം ഞങ്ങളെ നടത്തിയതുപോലെ തന്നെ നിങ്ങളെ നടത്തും. എൻ്റെ ദൈവം തന്നെ നിങ്ങളുടെ ദൈവം. 2 മണിക്കൂർ സമയമാണ് ഫസ്റ്റ് ഡേയിൽ ഡോക്ടർ എന്നോട് പറഞ്ഞത്. പക്ഷേ ഇപ്പം ഞാൻ 9 മാസത്തോളമായി നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു, സംസാരിക്കുന്നു, വണ്ടി ഓടിക്കുന്നു,
നടക്കാൻ പറ്റുന്നു. എനിക്ക് ഓടാൻ മാത്രം പറ്റുന്നില്ല, പക്ഷേ ദൈവം സഹായിച്ച് അതും കൂടി എനിക്ക് സംഭവിക്കുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഡോക്ടറും പറയുന്നത് ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു, നിങ്ങളുടെ ദൈവം ഇനി പ്രവർത്തിക്കുകയാണ്. ഇതുവരെ നിങ്ങളുടെ ദൈവമാണ് പ്രവർത്തിച്ചത്, നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്, നിങ്ങളുടെ ദൈവം തന്നെ കോൺഫിഡൻസ് ആണ് ഞങ്ങൾക്കും കിട്ടിയത്. അപ്പം ഡോക്ടറും പറയുന്നത് നിങ്ങളെ കോൺഫിഡൻസ് ആണ് ഇനിയും നിങ്ങൾ ഓടാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ ബോഡിക്കകത്ത് ഇനി മാംസം വരുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം ദൈവം ചെയ്താലേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വരുന്ന ദിവസങ്ങളിൽ എൻ്റെ പപ്പ പറഞ്ഞ പോലെ സെമിനാരിയിൽ ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നു. അവിടെ പോയിട്ട് പഠിക്കുവാനും ദൈവവേലയ്ക്ക് വേണ്ടി ഇനിയും ഉപയോഗപ്പെടുവാനും ദൈവം എന്നെ സഹായിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. എൻ്റെ വകയിലുള്ള എല്ലാവർക്കും ഒരു വലിയൊരു താങ്ക്സ് ഞാൻ പറയുന്നത്. എനിക്ക് സപ്പോർട്ട് ചെയ്തതും ഗ്ലോബലി എൻ്റെ കൂടെ ആൾക്കാർ സംസാരിക്കുകയും എന്നെ സപ്പോർട്ട് ചെയ്യും. ഞാൻ VBS നടത്തുന്ന കൊച്ചു പിള്ളേർ വരെ 3 വയസ്സ്, ഇപ്പം എക്സൽ മിനിസ്ട്രീസ് എന്ന് വെച്ചാൽ VBS നടത്തുന്ന ആൾക്കാരൊക്കെ, അങ്ങനെ ഉള്ള കൊച്ചു പിള്ളേരുടെ ഗ്രൂപ്പുകൾ അവരും എന്നെ വന്ന് കണ്ടും എന്നെ വന്ന് എപ്പോഴും പ്രേ ചെയ്ത് അച്ഛാ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പോലും പ്രെയർ എനിക്ക് സപ്പോർട്ടായിട്ട് വന്നു. അങ്ങനെ തന്നെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രെയർ ചെയ്തു, എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു. ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിലെ ആൾക്കാർ, പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ എൻ്റെ പേരൻസ്, എൻ്റെ വീട്ടുകാർ, എല്ലാവരെയും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് താങ്ക് യു പറയണു. കാരണം അവർ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഇന്ന് ഇല്ലായിരുന്നുള്ള എനിക്കൊരു ബോധമുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എക്സൽ മിനിസ്ട്രീസിന് താങ്ക് യു. പിന്നെ എനിക്ക് ഇവിടെ അവസരം തന്ന ബിനു സാറും ഷിബു സാറും, പിന്നെ എക്സൽ മിനിസ്ട്രീസിൻ്റെ എക്സൽ TV, എക്സൽ എല്ലാ കാര്യങ്ങളും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം എനിക്ക് വലിയൊരു സപ്പോർട്ടാണ്. പിന്നെ ഇവിടെ വരാൻ മുഖാന്തരം എന്ന് വെച്ചാൽ സജി കുമാർ സാറാണ്, കോട്ടയമിലെ നമ്മുടെ ബാപ്റ്റിസ്റ്റ് കോളേജിലെ പ്രിൻസിപ്പളായിട്ടിരിക്കുന്ന പുള്ളിയാണ് എന്നോട് പറഞ്ഞത്, എക്സൽ മിനിസ്ട്രീസ് ഞാൻ സംസാരിക്കാൻ, നീ അവിടെ പോയിട്ട് സംസാരിക്കുക, അവരുടെ അടുത്ത് പോയി ഇൻ്റർവ്യൂ ചെയ്ത് നീ ലോകത്തിൽ മൊത്തം നിൻ്റെ ഈ അനുഭവം ലിവിങ് ടെസ്റ്റിമണി നീ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുള്ളി മുഖാന്തരമാണ് നടന്നത്. പുള്ളിക്ക് ഒരു വലിയൊരു താങ്ക്സ്. എല്ലാവർക്കും നന്ദി പറയുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗായകൻ കൂടിയാണ് പ്രിയ ജെയ്സൺ. നമുക്ക് ജെയ്സൻ്റെ ഒരു പാട്ടുകൂടി നമുക്ക് ഈ ഒരു സെഷനിൽ ശ്രവിക്കാം. നിന്നിതമെന്നിലെന്നും നിറവേറട്ടെ, നിന്നിഷ്ടങ്ങളെന്നിൽ പൂർണ്ണമാകട്ടെ. നിൻഹിതമെന്നിലെന്നും നിറവേറട്ടെ, നിന്നിഷ്ടങ്ങളെന്നിൽ പൂർണ്ണമാകട്ടെ. ഓരോ നാളും നിന്നിൽ ചാരി ജീവിപ്പാൻ എന്നെ എന്നും സഹായിക്കണേ. ഓരോ നാളും നിന്നിൽ ചാരി ജീവിപ്പാൻ എന്നെ എന്നും സഹായിക്കണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കും ഞാനെന്നെന്നും, പാടിയിടും ഞാൻ നിന്നൻ മകളേ. അപ്പാ എന്നു വിളിക്കുവാൻ യോഗ്യനല്ല ഞാനൊരിക്കലും. പാപം എന്നിൽ പെരുകി അന്യനായി നിൻ രാജേ നിന്ന്. അപ്പാ
എന്നു വിളിക്കുവാ യോഗ്യനല്ല ഞാനൊരിക്കലും. പാപം എന്നിൽ പെരുകി അന്യനായി നിൻ രാജ്യേ നിന്ന്. എന്നിട്ടും സ്നേഹിച്ചു നീ, എന്നിട്ടും മാനിച്ചു നീ. ഉന്മതനടച്ചു നീ, നന്മകൾ വർഷിപ്പിച്ചു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കും ഞാനെന്നും, പാടിയിടും ഞാൻ നിൻ നന്മകളെ. വീണു ഞാൻ പല തവണയായി, ഓടി ഞാൻ നിൻ പാത വിട്ട് പോയി. ഞാൻ നിൻ സന്നിധി നിന്ന് മാറി, ഞാൻ നിൻ ചാരെ നിന്ന്. നിൻ സ്നേഹം മാറിയില്ല, നീ എന്നെ തള്ളിയില്ല. നിൻ മുഖം മറച്ചതില്ല, വാഗ്ദത്തം മായ്ച്ചതില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കും ഞാനെന്നും, പാടിയിടും ഞാൻ നിൻ നന്മകളെ. ആരാധിക്കും ഞാനെന്നും, പാടിയിടും ഞാൻ നിൻ നന്മകളെ. നിൻ ഹിതമെന്നിലെന്നും നിറവേറട്ടെ, നിന്നിഷ്ടങ്ങളെന്നിൽ പൂർണ്ണമാകട്ടെ. ഓരോ നാളും നിന്നിൽ ചാരി ജീവിപ്പാ എന്നെ എന്നും സഹായിക്കണേ. ഓരോ നാളും നിന്നിൽ ചാരി ജീവിപ്പാ എന്നെ എന്നും സഹായിക്കണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കും ഞാനെന്നും, പാടിയിടും ഞാൻ നിൻ നന്മകളെ. ആരാധിക്കും ഞാനെന്നും, പാടിയിടും ഞാൻ നിൻ നന്മകളെ.
ദൈവഹിതത്തെ വാഴ്ത്തിപ്പാടുന്ന അതിമനോഹരമായ ഗാനമാണ് ജെയ്സൻ്റെ വാക്കുകൾ കൂടി നാവിൽ കൂടി നമ്മൾ കേട്ടത്. കൂടുതലായിട്ട് ദൈവം മിനിസ്ട്രിയിൽ അനുഗ്രഹിക്കട്ടെ. ഫർദർ പ്ലാനുകൾ എന്തൊക്കെയാണ് ഓൾറെഡി പറഞ്ഞു. ദൈവവചന പഠനത്തിന് വേണ്ടി ഫുള്ളായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ഈ വർഷം ദൈവവചന പഠനം ആരംഭിക്കുന്നു. എന്തെങ്കിലും ഫർദർ ട്രീറ്റ്മെൻറ്റുകളോ എന്തെങ്കിലും ബാക്കി ഉണ്ടോ എന്നുള്ളത് ജെയ്സൺ ഓർമ്മപ്പെടുത്താം. ഫർദർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാൻ ഞാൻ കുറച്ച് മാസം മുമ്പേ ഡോക്ടറിൻ്റെ അടുത്ത് ഫോളോ അപ്പിന് വേണ്ടി പോയായിരുന്നു. അന്നേരം ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനി എന്താണ് നിനക്കൊണ്ട് പറ്റാത്തത് നീ എന്നോടൊന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഫുള്ള് കാല് ഇപ്പം മടക്കാൻ പറ്റുന്നില്ല. ഇപ്പം 90 ഡിഗ്രി പോലും ഫുള്ള് ഞാൻ സ്ട്രെച്ച് ചെയ്ത് വലിച്ച് പിടിക്കുകയാണെങ്കിൽ തന്നെ 90 ഡിഗ്രി വരെ വരത്തുള്ളൂ. സാധാരണ ഓടാൻ പറ്റണമെങ്കിൽ ഒരു 120 ഡിഗ്രി വരെയെങ്കിലും ഫുട്ട് ബെൻഡ് ആവണം, നീ ബെൻഡ് ആവണം. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിനക്കിപ്പോൾ എന്തുവാണ് പറ്റാത്തത്? ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, എനിക്കിപ്പോൾ ഓടാൻ പറ്റത്തില്ല. അപ്പം പുള്ളി എന്നോട് ഇതിനൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് നമുക്ക് നിൻ്റെ തൈസിൻ്റെ അകത്ത് ഒരു സ്ലാബ് ഇട്ടിട്ട് മസിൽസിനെ വലിക്കാനുള്ള ഒരു സർജറിയാണ്. പക്ഷേ അതിനകത്തൊരു ഗ്യാരണ്ടി എനിക്ക് പറയാൻ പറ്റത്തില്ല. ചെയ്യാറുണ്ട് ആൾക്കാർ, പക്ഷേ നിൻ്റെ ഓൾറെഡി സ്കിന്നിനകത്ത് നിൻ്റെ തൈസിനകത്ത് മസിൽസ് ഇല്ല, മസിൽസിൻ്റെ ഗ്രോത്ത് കുറവാണ്, പിന്നെ ഫാറ്റ്സ് ഇല്ല. അതുകൊണ്ട് അത് എത്ര ഫങ്ഷൻ നിൻ്റെ അകത്താവും എന്നുള്ളത് എനിക്കൊരു ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് പുള്ളി എന്നോട് തന്നെ ചോദിച്ചു, നിനക്ക് ഓടിയില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓടിയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഒരു സങ്കടം, ഓടാൻ പറ്റത്തില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഇനി നമുക്കൊരു 6 മാസം നോക്കാം. അഥവാ നിനക്ക് ഇത് ഒരു വലിയൊരു ഭാരമായിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് നോക്കാം, സർജറിക്ക് വേണ്ടി പ്ലാൻ ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്നത്, നീ ഇതുവരെ നടന്നല്ലോ, ദൈവം നിന്നെ ഇതുവരെ കൊണ്ടുവന്നല്ലോ. ഞങ്ങൾക്ക് തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു, നീ 1 വർഷം നീ പൊങ്ങത്തില്ല എന്നായിരുന്നു എന്ന് പറഞ്ഞു. ബെഡിൽ നിന്ന് നീ എണീക്കാൻ പറ്റത്തില്ല, കാരണം നിനക്ക് അവിടെ തന്നെ വെച്ച് ഫിസിയോതെറാപ്പി നിൻ്റെ കാര്യങ്ങളെല്ലാം ബെഡിൽ തന്നെ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ 6 മാസത്തിനകം തന്നെ നടക്കാൻ തുടങ്ങി, വണ്ടി ഓടിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ 6 മാസത്തിനകത്ത് ചെയ്തപ്പം തന്നെ അവരെന്നോട് പറഞ്ഞു, നിനക്ക് ഇതുവരെ ദൈവം നിന്നെ കൊണ്ടുവന്നല്ലോ, നീ നടക്കാൻ പറ്റുന്നുള്ളൂ, നിനക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നുള്ളൂ, അതാണ് നിങ്ങളുടെ ദൈവം തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള കാര്യങ്ങളും ചെയ്തു തരും. നീ ഒരു 6 മാസം വെയിറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. അത് നിങ്ങളുടെ ഡിസിഷനും കൂടിയാണ്, നിങ്ങൾക്ക് അത് പ്ലാൻ ചെയ്യണോ വേണ്ടെന്നുള്ളത്. അത് ഞങ്ങളിപ്പോഴും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഡെയിലി ഞങ്ങൾ അതിനുള്ള ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും എക്സസൈസും ചെയ്യുന്നുണ്ട്. ഇനി ദൈവം എങ്കിലും അതിനകത്ത് പ്രവൃത്തി കാണിക്കുകയാണെങ്കിൽ നടക്കും. വളരെ ശക്തമായിട്ട് ദൈവകരങ്ങളിൽ വരുന്ന നാളുകൾ ഉപയോഗിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ സൗഖ്യം ഇത്രത്തോളം കർത്താവ് സഹായിച്ചു, ഇനിയും സഹായിക്കാൻ ദൈവം വിശ്വസ്തനാണ്. യോസഫിൻ്റെ ജീവിതത്തിൽ ഉൽപ്പത്തി 50:20 നമ്മൾ വായിക്കുന്നത് പോലെ പല തിന്മകൾ ജീവിതത്തിൽ ഭവിച്ചെങ്കിലും അതെല്ലാം ദൈവം നന്മയായിട്ട് മാറ്റിയ ഒരു ദൈവമാണ്. എല്ലാം ട്രാൻസ്ഫോം ചെയ്തു. ഡീപ്പർ ഡെത്ത് അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഡീപ്പർ ലൈഫിനെ പ്രസ്താവിക്കാൻ കഴിയത്തുള്ളൂ. യോനയുടെ ലൈഫും യോബിൻ്റെ ജീവിതവും ഒക്കെ നമ്മളെ അതാണ്. അതുപോലെ ഒരു ഡീപ്പർ ലൈഫിൽ തൻ്റെ പ്രായത്തിലുള്ള സമപ്രായക്കാർക്കൊന്നും അനുഭവിക്കാൻ കഴിയാത്ത അതിവേദന, ഭയങ്കര ആഴത്തിലുള്ള വേദനയിൽ കൂടി കടന്നുപോയി. അതെന്തിനാണെന്ന് ഇപ്പോൾ നമുക്കറിയുന്നുണ്ട്. അനേകർക്ക് സമാനമായ അനുഭവത്തിൽ കൂടി പോകുന്ന അനേകർക്ക് ആശ്വാസവും ജീവനും പ്രദാനം ചെയ്യാനായിട്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവഭൃത്യനായിട്ട്, അനേക രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു ഭൃത്യനായിട്ട് വരുന്ന നാളുകളിൽ പ്രിയ ജെയ്സൺ, ഇവാഞ്ചലിസ്റ്റ് ജെയ്സൺ ജോസ്മോനെ ദൈവം മാറ്റും. എല്ലാ ദൈവമക്കളും ഈ പ്രിയപ്പെട്ടവനെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ ടെസ്റ്റ് മണി അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിത് വാച്ച് ചെയ്യുകയും അനേകരിലേക്ക് ഇത് എത്തുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. തീർച്ചയായിട്ടും മുമ്പോട്ടും സ്വന്തം നമ്മുടെ സപ്പോർട്ടും പ്രാർത്ഥനകളും പ്രിയപ്പെട്ട കുടുംബത്തിന് ആവശ്യമാണ്. പ്രിയ ജോസ്മോൻ പാസ്റ്ററേയും പ്രത്യേകിച്ച് കർത്താവിൻ്റെ പ്രിയ ബ്രദർ ജെയ്സണെയും എക്സൽ മീഡിയയുടെ പേരിൽ, എക്സൽ കുടുംബത്തിൻ്റെ പേരിൽ പ്രത്യേകമായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. ദൈവം ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.